നരസിംഹാവതാരം വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നലെ പാരായണം ചെയ്തത്. പക്ഷെ നരസിംഹാവതാരം അതിൻ്റെ പശ്ചാത്തലം അങ്ങനെ വർണ്ണിച്ചു നിർത്തി എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഇന്നലെ പറയാൻ സാധിച്ചില്ല. അപ്പോൾ നരസിംഹാവതാരം പറയുമ്പോൾ 5 വയസ്സായ ഒരു അസുരബാലൻ നാമം ജപിക്കാതെ വയ്യ, എല്ലാവരും എല്ലായിടത്തും എല്ലാം പ്രതിസന്ധികളാണ്, നാമം ജപിക്കുന്നതിന് എല്ലാവരും തടസ്സമാണ്, എങ്കിലും നാമം ജപിക്കാതെ തനിക്ക് പറ്റില്ല. വേണമെങ്കിൽ ഭക്ഷണം ഒഴിവാക്കാം, വെള്ളം പോലും കുടിക്കാതിരിക്കാം, എന്തു വേണമെങ്കിലും സഹിക്കാം, പക്ഷേ നാമജപം കൂടാതെ പറ്റില്ല എന്ന് വിചാരിച്ച ആ കുട്ടിക്ക്, അങ്ങനെ ജീവിച്ച ആ ഉണ്ണിക്ക് ഭഗവാൻ, ആ ഉണ്ണിക്ക് വേണ്ടി മാത്രം ഭഗവാൻ എടുത്ത ഒരു അവതാരമാണ് നരസിംഹാവതാരം. ഹിരണ്യാക്ഷനെ വരാഹമൂർത്തി വധിച്ചു. അത് നമ്മൾ അതിന് മുമ്പത്തെ ദിവസം കേട്ടതാ. ആദ്യത്തെ ദിവസം വരാഹമൂർത്തി ഹിരണ്യാക്ഷനെ വധിച്ചു. ഹിരണ്യാക്ഷൻ്റെ ഏട്ടനാണ് ഹിരണ്യകശിപു. അവിടെ പ്രതിജ്ഞ ചെയ്യണു ഹിരണ്യകശിപു, എൻ്റെ സഹോദരനെ. ശരിക്കും ഹിരണ്യകശിപു പറയണത് എന്താണെന്ന് വെച്ചാൽ, വിഷ്ണു ഭീരു ആണ്, അല്ലെങ്കിൽ ധീരനായിരുന്നു എങ്കിൽ എൻ്റെ അനുജനോട് നേരിട്ട് വന്ന് യുദ്ധം ചെയ്യില്ലായിരുന്നു. വേഷം മാറി ഒളിച്ചും പാത്തും വരണത് പോലെ വേഷം മാറി വന്ന് എൻ്റെ അനുജനെ വധിച്ചു. ആ വിഷ്ണുവിനെ വധിക്കാതെ ഇനി എനിക്ക് വേറെ ഒരു കാര്യവുമില്ല എന്ന് ഹിരണ്യകശിപു അവിടെ സഭയിൽ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ആരോ ഒരാൾ അവിടെ നിന്ന് ചോദിച്ചു, നിനക്കതിനുള്ള ബലം മതിയോ, അതിനുള്ള ബലമുണ്ടോ നിനക്ക് എന്ന് ആരോ അവിടെ ഒന്ന് ചോദിച്ചപ്പോഴാണ് ഹിരണ്യകശിപുവിന് തൻ്റെ ബലം പോരായ്കയാണോ എന്നൊരു തോന്നൽ വന്നു. ബലം പോരെ, അല്പം കൂടി ബലം വേണോ, എങ്കിൽ ഞാൻ തപസ് ചെയ്യും. അങ്ങനെ തപസ്സിനായിട്ട് പോയി. അസുരന്മാരാണെങ്കിലും തപസ് ചെയ്യുക ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ അവരെയാണ് അല്ലേ. അസുരനാണെന്ന് കരുതിയാലും തപസ് ചെയ്യണ ദേവന്മാരെ തന്നെയാണ്. ഇവിടെ ഹിരണ്യകശിപു ഒന്ന് ആലോചിച്ചു, ആരെയാണ് ഇപ്പോൾ തപസ് ചെയ്യുക? വിഷ്ണുവിനെ വധിക്കാൻ വേണ്ടി വിഷ്ണുവിനെ തപസ് ചെയ്യാൻ പറ്റുമോ? പിന്നെ വിഷ്ണുവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് വൈഷ്ണവാനാം യഥാ ശംഭു, മഹാദേവൻ. ആ മഹാദേവനെ തപസ് ചെയ്താൽ പറ്റുമോ? വേണ്ട, ബ്രഹ്മാവിനെ തന്നെ ആയിക്കോട്ടെ, എല്ലാവരുടെയും സൃഷ്ടികർത്താവല്ലേ. അങ്ങനെയാണ് ബ്രഹ്മാവിനെ തപസ് ചെയ്തത്. മനസ്സിലെ ആഗ്രഹം അത് സഫലമാവണം എന്നുള്ള ഇച്ഛയോടുകൂടി അത്യുഗ്രമായ തപസ്. ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ അങ്ങനെ കയറി നിന്നിട്ട് ഒരു കാലുയർത്തി മറ്റേ കാലിൻ്റെ മുട്ടിൽ വെച്ച് മുകളിലേക്ക് തന്നെ ദൃഷ്ടി ഉറപ്പിച്ച് കൈകളിൽ മുകളിലേക്ക് കൂപ്പിപ്പിടിച്ച് വെയിലായാലും മഴയായാലും മഞ്ഞായാലും ഏതവസരത്തിലും അങ്ങനെ തുടർന്നു വന്ന അതികഠിനമായ തപസ്. ഹിരണ്യകശിപുവിൻ്റെ ദേഹത്തിൽ മാംസമൊന്നും ഇല്ലാണ്ടായി എന്നാണ്. അതുകൂടാതെ അവിടെ നിന്ന് ആ പച്ചിലകളൊക്കെ പതുക്കെ അതിലേക്ക് പടർന്നു കയറാൻ തുടങ്ങി. അങ്ങനെയാണ് തപസ് അങ്ങനെ അതികഠിനമായപ്പോൾ ആ തപസ്സിൻ്റെ തീവ്രത കൊണ്ട് തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടായി. എന്താ ഇപ്പം ഇത്ര ബുദ്ധിമുട്ട് എന്നെല്ലാവരും അന്വേഷിക്കുമ്പോഴാണ് ഹിരണ്യകശിപു തപസ് ചെയ്യണു. ആ തപസ്സിൻ്റെ പ്രഭാവം കൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് വരണത് എന്ന് മനസ്സിലാക്കി എല്ലാവരും ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് ചെന്നു ഹിരണ്യകശിപുവിൻ്റെ മുമ്പിൽ. ആ ശരീരം കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. ഏത് ജീവിക്കായാലും ശരീരമാണ് ഏറ്റവും ആദ്യം അല്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ വേറെ കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ തൻ്റെ ശരീരം പോലും വിട്ടിട്ടാണ് തപസ് ചെയ്യണത്. ബ്രഹ്മാവ് തൻ്റെ കമണ്ടലുവിൽ നിന്ന് അല്പം ജലമെടുത്ത് ഹിരണ്യകശിപുവിൻ്റെ ദേഹത്ത് തളിച്ചു. ഹിരണ്യകശിപു പഴയതുപോലെയായി. ചോദിച്ചു, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, തരാം. അത്രയ്ക്ക് കഠിനമായ തപസ്സാണ് നീ ചെയ്തത്, എന്താണ് ആഗ്രഹം പറയൂ എന്ന് പറയുമ്പോഴാണ് ഹിരണ്യകശിപു സാധാരണ എല്ലാ അസുരന്മാരും ചോദിക്കുന്ന ഒരു വരാണ്. എന്താണ് ആ വരം? എനിക്ക് മരിക്കണ്ട, എനിക്ക് മരണം ഉണ്ടാവരുത്. അവിടെ ബ്രഹ്മാവ് പറഞ്ഞു, അത് പറഞ്ഞാൽ പറ്റില്ല. ഒന്നാമത് അത് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല അല്ലേ, ബ്രഹ്മാവിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലല്ലോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രകൃതിയുടെ ഈ വിശ്വത്തിൻ്റെ ഒരു നിയമമാണ്, ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കും. ജനനമുണ്ടോ മരണമുണ്ട്, ഉണ്ടായിട്ടുണ്ടോ അതിന് നാശമുണ്ട്. മരണം എന്ന് പറഞ്ഞാൽ മരിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ ചിലപ്പോൾ പെട്ടെന്നൊരു മരണം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചോദിക്കും എന്തു പറ്റി എന്ന് ചോദിക്കും.
അത് ആ ദേഹം അപ്പം അവിടെ വീഴാനുണ്ടായ ഒരു കാരണം എന്നല്ലാതെ യഥാർത്ഥത്തിൽ ആ മരണത്തിന്റെ കാരണം എന്താ? ജനിച്ചു എന്നുള്ളതാ. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെ ഹിരണ്യകശിപു ബ്രഹ്മാവ് പറഞ്ഞു അത് മാത്രം പറയരുത്, കാരണം അത് വിശ്വത്തിന്റെ നിയമമാണ്, അതല്ലാതെ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറയുമ്പോഴാണ് ഹിരണ്യകശിപു മരണം തനിക്ക് വരാനുള്ള താൻ വിചാരിച്ച വഴികളെല്ലാം അടച്ചു. അവിടെ ഈ വഴിയൊക്കെയാണ് മരണം എനിക്ക് വരിക എന്നാണ് വിചാരിച്ചത്, ആ വഴികളെല്ലാം അടച്ചു. എന്തൊക്കെയാ ചോദിച്ചത്? എന്നെ രാത്രിയിൽ ആരും കൊല്ലരുത്, എന്നെ പകലാരും കൊല്ലരുത്, മനുഷ്യൻ എന്നെ കൊല്ലരുത്, മൃഗം എന്നെ കൊല്ലരുത്, ജീവൻ ഉള്ളത് കൊണ്ട് എന്നെ കൊല്ലരുത്, ജീവൻ ഇല്ലാത്തത് കൊണ്ട് എന്നെ കൊല്ലരുത്, എന്നെ അകത്ത് വെച്ച് കൊല്ലരുത്, എന്നെ പുറത്ത് വെച്ച് കൊല്ലരുത്, എന്നെ ആകാശത്ത് വെച്ച് കൊല്ലരുത്, എന്നെ ഭൂമിയിൽ വെച്ച് കൊല്ലരുത്, ജീവൻ ഉള്ളത് കൊണ്ട് എന്നെ കൊല്ലരുത്, ജീവൻ ഇല്ലാത്തത് കൊണ്ട് എന്നെ കൊല്ലരുത്, ആയുധങ്ങൾ കൊണ്ട് എന്നെ കൊല്ലരുത്. എന്തൊക്കെയാണ് വരങ്ങൾ ചോദിച്ചത്? ഹരേ ഗുരുവായൂരപ്പ നാരായണ. അങ്ങനെ മരണം തനിക്ക് വരും എന്ന് തോന്നിയ വഴികളെല്ലാം അടച്ചു ഹിരണ്യകശിപു. പക്ഷെ ഭഗവാന് വരാൻ ഈ വഴി ഒന്നും വേണ്ട, അല്ലേ? അല്ലെങ്കിൽ തന്നെ ബ്രഹ്മാവ് എന്ത് വിശ്വാസത്തിലാ എല്ലാം തഥാസ്തു തഥാസ്തു കൊടുക്കണത്? ഭഗവാനോട് ചോദിച്ചിട്ടാണോ കൊടുക്കണത്? ബ്രഹ്മാവിന് നന്നായിട്ടറിയാം എന്തൊക്കെയായാലും ഇതിലൊന്നും പെടാത്ത ഒരു വഴി ഭഗവാൻ സ്വീകരിക്കും, ഉറപ്പാണ്. അത് അങ്ങനെ ആലോചിച്ചു ബ്രഹ്മാവ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എല്ലാം ഇങ്ങനെ വഴി തടഞ്ഞു വെച്ചാൽ എന്ന് വിചാരിക്കുമ്പോഴാണ് ബ്രഹ്മാവിന് വളരെ സന്തോഷം തോന്നി. ഏറ്റവും അവസാനം ഹിരണ്യകശിപു ചോദിച്ച ഒരു വരം ബ്രഹ്മാവിന് വളരെ സന്തോഷം തോന്നി. എളുപ്പമായി എന്നാ. എന്താ ചോദിച്ചത്? അവിടുത്തെ സൃഷ്ടികൾ ഒന്നും എന്നെ വധിക്കരുത്. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയല്ലാത്ത ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, അല്ലേ? ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ പെടാത്ത ഒരേ ഒരാള് അതാരാ? ഭഗവാനാ. ഭഗവാന്റെ സൃഷ്ടിയാണ് കേട്ടോ. സർഗം എന്ന് പറഞ്ഞ പഞ്ചഭൂതങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഭഗവാന്റെ സൃഷ്ടിയാണ്. അതല്ല ഉദ്ദേശിച്ചത് ശരീര സൃഷ്ടികളിൽ. അങ്ങനെ തഥാസ്തു എല്ലാം കൊടുത്തു പോയി. പക്ഷെ ഈ സമയത്ത് തന്നെ അവിടെ ഭഗവാൻ തൻ്റെ ആ അവതാരം ശരിയായ രീതിയിൽ അവതാര ഉദ്ദേശം പൂർത്തിയാക്കാൻ വേണ്ട പണികളൊക്കെ ഭഗവാൻ അവിടെ അതിനു മുമ്പേ തന്നെ തുടങ്ങി വെച്ചിരുന്നു, അല്ലേ? അങ്ങനെ ആ ഹിരണ്യകശിപുവിൻ്റെ പത്നിയായ കയാധു ഗർഭിണിയായിരുന്നു എന്നാണ് ഹിരണ്യകശിപു ആ തപസ്സിനായിട്ട് പോകുന്ന സമയത്ത്. ഇന്ദ്രൻ വന്നു കയാധുവിനെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കി. അപ്പോൾ നാരദ മഹർഷി ആ സമയത്ത് അവിടെ എത്തി. നാരദ മഹർഷി ഇന്ദ്രനോട് പറഞ്ഞു, എന്താ ഇന്ദ്ര കാട്ടണത്? ഈ പണി മാത്രമേ നിനക്കില്ലാത്തതുണ്ടായിരുന്നുള്ളൂ, അല്ലേ? അതും കൂടി നീ തുടങ്ങിയോ എന്ന് ചോദിക്കാൻ പറഞ്ഞു, അല്ല, ഇവളുടെ ഉള്ളിൽ ആ ഹിരണ്യകശിപുവിൻ്റെ കുട്ടി വളരുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ ഇവളെ കൊല്ലാൻ തോന്നണില്ല. പിന്നെയോ ആ ഉണ്ണി ഉണ്ടായാൽ ഉടനെ തന്നെ ആ ഉണ്ണിയെ വധിക്കണം, അതിന് ഇവളെ കൊണ്ടുപോവുക, പ്രസവിക്കുന്ന സമയത്ത് തന്നെ കുട്ടിയെ കൊല്ലണം. അതാണ്. അപ്പം അങ്ങനെ അവിടെ പറഞ്ഞു, നാരദ മഹർഷി പറഞ്ഞു, നിനക്കെന്നല്ല ഒരാൾക്കും പരമഭാഗവതനായ ഭഗവാന്റെ പ്രസാദം ലഭിച്ച ഈ കുട്ടിയെ ഒരാൾക്കും നശിപ്പിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് വിട്ടു തന്നോളൂ, ഞാൻ കൊണ്ടുകൊള്ളാം എന്നാണ്. അങ്ങനെ നാരദ മഹർഷി കയാധുവിനെ കൂട്ടി പോയി. നമ്മൾ ദക്ഷന്റെ ശാപത്തിൽ കണ്ടതാ, നാരദ മഹർഷിക്ക് ഒരു സ്ഥലത്തും ഒരു സമയത്തിനപ്പുറം നിൽക്കാൻ വയ്യ, അല്ലേ? അങ്ങനെയുള്ള ആളാ നാരദ മഹർഷി. പക്ഷേ അവിടെ നാരദ മഹർഷി ഒരു ആശ്രമം കിട്ടി. ആ കയാധുവിന് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തു. കയാധുവിനല്ല ഉപദേശങ്ങൾ കൊടുത്തത് ഉദരത്തിലുള്ള ആ ഉണ്ണിക്കാണ്. കയാധു ഗർഭത്തിൻ്റെ ക്ഷീണം, അതുകൂടാതെ ഭർത്താവ് തൻ്റെ അടുത്തില്ല, തന്നെ പിരിഞ്ഞു പോയ ആ പ്രിയപ്പെട്ടവൻ, അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് മിക്കവാറും കയാധു ഉറക്കായിരിക്കും. പക്ഷെ ഉള്ളിലിരുന്ന ആ കുഞ്ഞ് ആ ഭഗവാന്റെ മാഹാത്മ്യം നാരദൻ പറഞ്ഞു കൊടുത്തത് മുഴുവൻ ഒരു വാക്ക് വിടാതെ സശ്രദ്ധം അതവിടെ കേട്ടു എന്നാണ്. അങ്ങനെ തിരിച്ചു വന്നു. കയാധുവിനോട് നാരദ മഹർഷി ചോദിച്ചു, എന്താ ആഗ്രഹം? ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ കയാധുവിന്. എന്താ? ഹിരണ്യകശിപു അദ്ദേഹം വന്നിട്ടേ ഞാൻ പ്രസവിക്കാവൂ എന്നാ. നാരദന് സന്തോഷമായി, കാരണം അത്ര സമയം കിട്ടും അവിടെ, അല്ലേ? വേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സമയം അവിടെ നാരദ മഹർഷിക്ക് കിട്ടണു. അങ്ങനെ ഹിരണ്യകശിപു തിരിച്ചു വരണു. എല്ലായിടത്തും അങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തണം. എന്താണ്? നാമം ജപിക്കാൻ പാടില്ല ഒരാളും നാമം ജപിക്കാൻ പാടില്ല. ബ്രാഹ്മണരെ കാണാൻ വയ്യ, ബ്രാഹ്മണരെ വധിക്കണം, പിന്നെ പശുക്കളെ വധിക്കണം, ക്ഷേത്രങ്ങളെല്ലാം തച്ചുടച്ച് കളയണം. ഹിരണ്യകശിപുവിൻ്റെ മനസ്സിൽ ഭഗവാന്
ശക്തി കൊടുക്കുന്നത് ഇതൊക്കെയാണെന്നാണ് തോന്നിയത് അല്ലേ? ഇതൊക്കെ ബ്രാഹ്മണരുണ്ടെങ്കിലേ, പുരാണപാരായണമുണ്ടെങ്കിലേ, ക്ഷേത്രങ്ങളുണ്ടെങ്കിലേ ഒക്കെ ആ ഭഗവാന് ശക്തി ഉണ്ടാവുള്ളൂ എന്നാണ് പാവം ഹിരണ്യകശിപു വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല നടന്നത്. എന്തായാലും ഒരാൾ പോലും അവിടെ നാമം ജപിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. നാരദ മഹർഷി പറയാ, ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്നറിയോ? ആ ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് നിന്നിട്ടാ ഞാൻ നാരായണ നാരായണ എന്ന് പറയുമ്പോൾ ഹിരണ്യകശിപു എന്നെ ഒന്ന് നോക്കി, അല്ല ഇപ്പം ഇവിടെ നാരായണ 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 ആരും ചൊല്ലണില്ല. അപ്പം അങ്ങനെ 2 നാമം ജപിക്കാൻ പറ്റിയെന്നാ. ആരും ചൊല്ലണില്ല അവിടുത്തെ പേടിച്ചിട്ട് നാരായണ നാരായണ എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ ഞാൻ പോലും വളരെ പേടിച്ചാ എന്ന് നാരദ മഹർഷി പോലും പറയും. അപ്പം അങ്ങനെയുള്ള ആ സമയത്താണ് ഉണ്ണി പ്രഹ്ലാദൻ, അത് ഉണ്ണിയെ കണ്ടാൽ തന്നെ എല്ലാവർക്കും സന്തോഷമാണ്. ഉണ്ണി ഒന്ന് തൊട്ടാൽ മതി, എത്ര ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദമാണ്. അതുപോലെ ആ ഉണ്ണി വളർന്നു വരണു. ഹിരണ്യകശിപുവിനും വലിയ ഇഷ്ടമാണ്. പക്ഷേ ഹിരണ്യകശിപുവിന് എന്താ തോന്നിയെന്ന് വെച്ചാൽ, എന്താ ഈ കുട്ടി എപ്പോഴും ഇങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ട് നടക്കണത്, എപ്പോഴും ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ ഹിരണ്യകശിപു അത് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, നാരായണ ചൊല്ലണോ. ആദ്യം തോന്നിയത് എന്താണെന്നറിയോ? ആ ദേവലോകത്ത് നിന്ന് ആരോ വന്നിട്ടുണ്ട് ഇവിടെ, എന്തിനാ എൻ്റെ കുട്ടിയെ വേണ്ടാത്തത് പഠിപ്പിക്കാൻ? അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഈ കുഞ്ഞെങ്ങനെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കുക? അപ്പോൾ ഈ കുട്ടിയെ ഇങ്ങനെ ഇവിടെ നിർത്തിയാൽ പറ്റിയില്ല. കൊട്ടാരത്തിൽ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഗുരുകുലത്തിലേക്ക് അയക്കണം. അങ്ങനെ ഗുരുകുലത്തിലേക്ക് അയക്കാൻ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്യണമെന്ന് അസുരഗുരു അറിഞ്ഞു. അസുരഗുരു ആരാ? ശുക്രാചാര്യൻ. ശുക്രാചാര്യൻ വളരെ വേഗം തന്നെ ഒരു ഭാണ്ഡമൊക്കെ കെട്ടി. അപ്പോൾ ശുക്രാചാര്യൻ്റെ കുട്ടികളാണ് ശണ്ഡനും അമർക്കനും. അവർ ചോദിച്ചു, അച്ഛാ എങ്ങോട്ടാ പോണേ ഇപ്പോൾ? ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് എന്ന് പറഞ്ഞു, എനിക്ക് ഒരു തീർത്ഥയാത്ര അത്യാവശ്യം പോയേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് നാൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കൂന്നാ. ശുക്രാചാര്യന് പോലും തോന്നി, പ്രഹ്ലാദനെ വേണ്ടാത്തത് പഠിപ്പിക്കാൻ ഞാനില്ല. ശുക്രാചാര്യൻ സ്ഥലം വിട്ടു. ശണ്ഡനും അമർക്കനുമാണ് ഗുരുകുലത്തിൽ. അതാ ഹിരണ്യകശിപു ആ കുട്ടിയെ കൊണ്ടുപോയി ഗുരുകുലത്തിലാക്കി പറഞ്ഞു കൊടുത്തു. നമ്മുടെ സാധാരണ പുരുഷാർത്ഥങ്ങളെന്ന് എന്താ പറയുക? ഏതിനെയാ പറയുക? പുരുഷാർത്ഥങ്ങൾ എത്രയാ? 4, 5, 4 ഏതൊക്കെയാ? ധർമ്മം, കാമം ആദ്യം വരില്ല. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4ആണ്. ഇത് 3ഉം ചെയ്യുമ്പോഴും മനസ്സിലുണ്ടാവണം. ധർമ്മം, കാമം, അർത്ഥം ഇതെല്ലാം ചെയ്യുമ്പോഴും ധർമ്മം, അർത്ഥം, കാമം അല്ലേ? ധർമാനുസരണമായി ജീവിച്ച് ആവശ്യത്തിന് അർത്ഥം സമ്പാദിച്ച് ആഗ്രഹങ്ങൾ സബലീകരിക്കുക. അതാണ്. സബലീകരിക്കാത്ത ആഗ്രഹങ്ങളുമായിട്ട് തപസ്സിന് പോയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് ഏറ്റവും താഴ്ത്തപ്പടിയാ ഈ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, പുരുഷാർത്ഥങ്ങൾ പറഞ്ഞത്. അതിങ്ങനെ ഉയർന്നുയർന്നു വരുമ്പോൾ അതിൻ്റെ ആ അർത്ഥങ്ങൾക്ക് വളരെ വ്യത്യാസം വരും. സാധാരണ രീതിയിൽ നമ്മളെയൊക്കെ സംബന്ധിച്ച് ആ ധർമ്മത്തിനനുസരിച്ച രീതിയിൽ അർത്ഥം സമ്പാദിക്കുക, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെ 3ആയി തിരിക്കണം എന്നാ. ആഗ്രഹങ്ങൾ മനസ്സിൽ ഉദിക്കുമ്പോൾ അതിനെ 3ആയിട്ട് തിരിക്കണം. എന്തൊക്കെയാ? അവശ്യം, അത്യാവശ്യം, അനാവശ്യം. എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നുമ്പോൾ, വാങ്ങിക്കണം തോന്നുമ്പോൾ ഒരു നിമിഷം കൂടെ ആലോചിക്കൂ, ഇത് ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ? അപ്പം ചിലപ്പോൾ നമ്മൾ പകുതിയും വേണ്ടാന്ന് വയ്ക്കും. അങ്ങനെ ചിന്തിച്ചാൽ അല്ലേ? വലിയ കാര്യമായിട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്ന് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിടക്കും, അത് എപ്പോഴും ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാതെ. എന്തിനാ അങ്ങനെയൊക്കെ വാങ്ങിക്കും? അപ്പം അങ്ങനെ അർത്ഥം സമ്പാദിച്ച് അത്യാവശ്യമായ ആഗ്രഹങ്ങൾ പാലിച്ച് അവസാനം മോക്ഷം, ഈശ്വരനെ അറിയാൻ സാധിക്കണം. അതാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ അസുരന്മാർക്ക് പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? അർത്ഥം, കാമം. അർത്ഥം, കാമം. അവർക്ക് ധർമ്മമില്ല, മോക്ഷമില്ല. അപ്പം അതാണ് പറഞ്ഞത്, ഇത് പഠിപ്പിച്ചാൽ മതി കേട്ടോ, നമ്മുടെ കാര്യങ്ങൾ പഠിപ്പിച്ചാൽ മതി. കുട്ടി ആവശ്യമില്ലാതെ എന്തൊക്കെയോ അവൻ പറയുന്നുണ്ട്. അവിടെ ആരോ ദേവലോകത്തുനിന്ന് വന്ന് ഈ കുട്ടിയെ വേണ്ടാത്തത് പഠിപ്പിക്കണു. അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഹിരണ്യകശിപു. അങ്ങനെ പോയി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഹിരണ്യകശിപുവിന് ഒരു മോഹം പ്രഹ്ലാദനെ ഒന്ന് കാണാൻ. അങ്ങനെ പ്രഹ്ലാദനെ വിളിച്ചു വരുത്തി. ആ കയാധു നന്നായിട്ട് ഉണ്ണിയൊക്കെ കുളിപ്പിച്ച നല്ല സുന്ദരക്കുട്ടനാക്കി അങ്ങനെ വിട്ടു. ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് അച്ഛൻ്റെ അടുത്ത് ചെല്ലു. കുട്ടിയെ കണ്ടാൽ തന്നെ
ഹിരണ്യകശിപുവിന് എത്രയാ സന്തോഷം എന്നറിയോ? ആ മുറിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴേ ഉണ്ണി തൊഴുത് പിടിച്ചിട്ട് പിത്രേ നമ പിത്രേ നമ നമസ്കരിച്ചാണ് ചെല്ലണത്. അച്ഛനെ ചെല്ലണ വഴി ആ കാലിൽ വീണു അച്ഛൻ്റെ. അപ്പോഴേക്ക് ഹിരണ്യകശിപു ആ കുട്ടിയെ ഇതാ എടുത്തു തൻ്റെ മടിയിലിരുത്തി ആ മുടിയൊക്കെ എങ്ങനെ പുറകോട്ട് തടവി വെച്ച ആ കവിളിൽ അങ്ങനെ തടവി ആ കവിളിലൊരു ഉമ്മ കൊടുത്ത് തന്നോട് ചേർത്ത് പിടിച്ചു. എന്താ ഒരു സുഖം! അത് കഴിഞ്ഞ് ചോദിച്ചു, കുട്ടി നീ ഇതുവരെ പഠിച്ചതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ഇതുവരെ നീ പഠിച്ചതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ, എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കണത് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഈ ഗൃഹം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പൊട്ടക്കിണറാ. അതുകൊണ്ട് അവിടുന്ന് ഈ പൊട്ടക്കിണറിൽ കിടക്കാതെ ഇവിടുന്ന് എത്രയും വേഗം പുറത്തു പോയിട്ട് എന്ത് ചെയ്യണം? ഹരിയെ ആശ്രയിച്ച് വനത്തിലേക്ക് പോകുന്ന. അല്ലാതെ ദേഷ്യം വന്നിട്ടോ ഹിരണ്യകശിപുവിന്. ഹിരണ്യകശിപു കുട്ടിയെ ഒന്ന് നോക്കി, എന്താ നീ പറയണത്? ഇതാരാ നിന്നെ പഠിപ്പിച്ചതാ? അല്ല ഇതെനിക്കറിയാം. ആ ശണ്ടനെയും അമർക്കനെയും വിളിച്ചു വരുത്തി വേണ്ടാത്തത് തന്നെ കേട്ടോ ഈ കുട്ടി പറയണത്. അതുകൊണ്ട് ഇനി മേലാൽ ഇങ്ങനെ പറയരുത്, കൊണ്ടുപോക്കോളൂ, എന്നിട്ട് നല്ലത് മാത്രം പഠിപ്പിക്കുന്ന. അങ്ങനെ രണ്ടാമതും വിട്ടു. കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും ഹിരണ്യകശിപുവിന് ഒരു കൊതി, എന്താണ് തൻ്റെ കുട്ടി പഠിച്ചതെന്നറിയാൻ. അവിടെ എങ്ങനെ വിളിച്ചു വരുത്തി വീണ്ടും പഴയതുപോലെ തന്നെ ആ ഉണ്ണിയെ കെട്ടിപ്പിടിച്ച ഹിരണ്യകശിപു ചോദിച്ചു, ഇപ്പൊ പറയൂ ഉണ്ണി, നീ പഠിച്ചതിൽ ഏറ്റവും മഹാത്മ്യമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് നിനക്ക് തോന്നുന്നത്? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ പറയരുത് കേട്ടോ. ഹിരണ്യകശിപുവിന് തന്നെ അത് കേൾക്കാനുള്ള ശക്തിയില്ല. അപ്പോഴാണ് ആ കുട്ടി ഉടനെ പറഞ്ഞു, ശ്രവണം. ഹായ്, ഹിരണ്യകശിപുവിന് വല്ല സന്തോഷമായി. എന്താ എന്നെക്കുറിച്ച് കേൾക്കണം എന്നല്ലേ പറയണേ? കീർത്തനം. കീർത്തിക്കേണ്ടത് ആരെയാ? എന്നെ. വിഷ്ണു സ്മരണം. ഒരൊറ്റ ഏറ് കൊടുത്തു. അതുണ്ടായത്, ഒരൊറ്റ ഏറ് കൊടുത്തു. ശണ്ടനെ അമർക്കനെ വിളിച്ചു വരുത്തി, എന്താ ഈ കുട്ടി പറയണത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമല്ല, ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല, ഇത് ഇവന് ജന്മനാ ഉള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ രണ്ടുപേരും അല്ല ഇത് പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഹിരണ്യകശിപു ഈ കുട്ടിയെ എങ്ങനെയായാലും ഇനി ഇങ്ങനെ ഉണ്ടാവരുത്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടെ നോക്കാം എന്നാണ്. അങ്ങനെ ഒരു പ്രാവശ്യം കൂടെ ആ സമയത്ത് കുട്ടിയെ വധിക്കാൻ വേണ്ടി ഹിരണ്യകശിപു തന്നെ കൊണ്ടാകുന്നതൊക്കെ നോക്കി. പക്ഷെ ഒരു തരത്തിലും ഈ കുട്ടിയെ വധിക്കാൻ സാധിച്ചില്ല. വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ കയറ്റി നിർത്തി. എന്നിട്ട് താഴേക്ക് ചാട്. വലിയ കൊക്കയാണ്, കരിങ്കല്ലൊക്കെ. അവിടെ പ്രഹ്ലാദൻ നോക്കുമ്പോൾ കാണുന്നത് കൈകളിൽ നീട്ടി നിൽക്കുന്ന ഭഗവാനെയാണ്. പിന്നെ പ്രഹ്ലാദൻ അവർ തള്ളണതിന് മുമ്പ് ചാടില്ലേ? അല്ലേ, ഒന്നും സംഭവിക്കണില്ല. എവിടെയായാലും ഭഗവാന്റെ കൈകളിൽ ആ ഉണ്ണി സുരക്ഷിതനാണ് എപ്പോഴും. അല്ലേ, രക്ഷിച്ചു നീയെങ്കിൽ എല്ലാം സുരക്ഷിതം, കൈവിട്ടു നീയെങ്കിലെല്ലാം അരക്ഷിതം. അങ്ങനെയാ പറയാ അല്ലേ? ഭഗവാൻ രക്ഷയ്ക്കായിട്ടുണ്ടെങ്കിൽ എല്ലാം സുരക്ഷിതമാണ്, ഭഗവാൻ കൈവിട്ടാൽ എല്ലാം കഴിഞ്ഞു. അങ്ങനെ അതുപോലെ ആ കുഞ്ഞ് എല്ലായിടത്തും, എന്നാലും നാമജപമൊന്നും കുട്ടി നിർത്തിയിട്ടില്ല. കുട്ടിയെ വീണ്ടും അത് വധിക്കാനാവുന്നത് മുഴുവൻ നോക്കി. അപ്പോഴും ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ടായിരുന്നു. എന്തേ തനിക്കിത് സാധിക്കാത്തത്? ഈ 14 ലോകത്തിലും ഒരാളെയും വധിക്കാൻ തനിക്ക് ഒരു അല്പം പോലും സമയം വേണ്ട, അതാണ്. പക്ഷെ ഈ തൻ്റെ കുട്ടിയെ എന്തുകൊണ്ട് സാധിക്കണില്ല എന്നൊരു പേടി. അപ്പോഴേക്ക് ശണ്ടനും അമർക്കനും വന്നു, ഒരു തവണയും കൂടി ഞങ്ങൾക്കൊരവസരം തരൂ, ഞങ്ങൾ കൊണ്ടുപോയി ഇവനെ പട്ടിണിക്കിടാം. വെള്ളം കുടിക്കാതെ കിടക്കുമ്പോൾ എന്തായി മാറിക്കോളും. ഇതൊക്കെ വിശന്ന് പൊരിയുമ്പോൾ തന്നെ ഇതൊക്കെ മാറിക്കോളും എന്ന് പറഞ്ഞവർ ഒരു തവണ കൂടി കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടു, ഭക്ഷണം കൊടുക്കണില്ല. അങ്ങനെ കുറേ നാളുകൾ അങ്ങനെ കഴിഞ്ഞു. അപ്പോഴാണ് ഒരു ദിവസം ഈ ശണ്ടനും അമർക്കനും എന്തോ കാര്യത്തിന് പുറത്തു പോയ സമയത്ത് കുട്ടികളെല്ലാവരും കൂടി പ്രഹ്ലാദൻ്റെ ചുറ്റും. അവർ കുട്ടികൾ പ്രഹ്ലാദനോട് ചോദിക്കുക, എന്തിനാ എൻ്റെ പ്രഹ്ലാദ നീ ഇങ്ങനെ വിഷമിക്കണത്? നിന്നോട് നിൻ്റെ അച്ഛൻ പറഞ്ഞില്ലേ നാമം ജപിക്കാതിരുന്നാൽ മതി എൻ്റെ കാലശേഷം നിനക്ക്, അല്ലെങ്കിൽ നിന്നെ ഞാൻ രാജാവാക്കാന്ന് പറഞ്ഞില്ലേ? കാലശേഷം അല്ല കേട്ടോ, നിന്നെ ഞാൻ രാജാവാക്കാന്ന് പറഞ്ഞില്ലേ? പ്രഹ്ലാദ കുറച്ച് നാൾ നാമം ജപിക്കാതിരിക്കും, എന്നിട്ടോ നീ രാജാവായാൽ നിനക്ക് നാമം ജപിക്കാം, നിന്റെ ചുറ്റുമുള്ള എല്ലാവരെ കൊണ്ട് നിനക്ക് നാമം ജപിപ്പിക്കാം. നീ എന്തിനാ പ്രഹ്ലാദ ഇപ്പൊ വെറുതെ ഇങ്ങനെ തല്ലുകൊള്ളണത്? നിനക്ക് എത്ര ദിവസമായി പ്രഹ്ലാദ ഭക്ഷണം കിട്ടിയിട്ട്, വെള്ളം കിട്ടിയിട്ട്? നിനക്ക് എങ്ങനെയാ പ്രഹ്ലാദ ഇങ്ങനെ ഇരിക്കാൻ പറ്റണത്
എന്നെല്ലാം പറഞ്ഞ് കുട്ടികളെല്ലാം അടുത്തുകൂടി. കുട്ടികളുടെ അഭിപ്രായത്തിൽ രാജ്യം പ്രഹ്ലാദന് കിട്ടിക്കഴിഞ്ഞിട്ട് മതി നാമജപം, ഇപ്പം നിർത്തും. പ്രഹ്ലാദൻ പറഞ്ഞു, വയസ്സായി, കയ്യും കാലും പറ്റാണ്ടാവുമ്പോൾ, കണ്ണ് കാണാതെ ആവുമ്പോൾ എടുക്കേണ്ടതല്ല ഭാഗവതം. അത് കൗമാരേ ആചരേൽ പ്രാജ്ഞ, ബുദ്ധിയുള്ളവരത് വളരെ നേരത്തെ തന്നെ തുടങ്ങും. അല്ലേ, നമ്മൾ റിട്ടയർ ആയിട്ട് ആവാം ഭാഗവതം എടുക്കാമെന്ന് വിചാരിക്കും. റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ഒന്നിനുമില്ല കേട്ടോ, പിന്നെ എന്താ ഭാഗവതം മാത്രമേ ഉള്ളൂ റിട്ടയർ ആയാലേ എനിക്ക്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പിന്നെയും ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇടുമ്പോൾ കാണുന്നില്ല ആളെ. അത് നോക്കുമ്പോൾ എന്താ, മൂത്ത മോള് വന്നിട്ടുണ്ട് പ്രസവത്തിന്, ഇനിയിപ്പോൾ അത് കഴിച്ച് വിട്ടിട്ട് വേണം, പിന്നെ എന്ത് കാര്യം കഴിച്ച് വിട്ടിട്ട് വേണം എന്തെടുക്കാൻ, ഭാഗവതം എടുക്കാൻ. അപ്പോഴേക്കും ഇളയാളെത്തുവേ, അത് കഴിഞ്ഞ് വിടുമ്പോഴേക്കും മൂത്തയാളുടെ രണ്ടാമത്തെ ആവും. അല്ല, വല്ല സംശയം ഉണ്ടോ കാര്യത്തിന്? നമുക്ക് പ്രാരബ്ധം ഒഴിഞ്ഞിട്ട് എന്തെങ്കിലും നേരമുണ്ടോ? പക്ഷെ മനസ്സ് വെച്ചാൽ നമുക്കതിന് സൗകര്യം ഭഗവാൻ ചെയ്തു തരും. ആദ്യം നമ്മൾ എന്താ ചെയ്യാമെന്നറിയോ? ഇന്ന് എന്താ പോവാതിരിക്കാൻ ഒരു കാരണം എന്നാണ് നമ്മൾ ആലോചിക്കുക. മനസ്സാണ് നമ്മളെ തടയണത് എപ്പോഴും. മനസ്സ് തടയാണ് നമ്മളെ, വേണ്ട. അപ്പോൾ നമുക്ക് അതിനൊരു കാരണം അപ്പോൾ മുമ്പിൽ വരും. പക്ഷെ പോകണം എന്ന് നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ മനസ്സിൽ, ഭഗവാനെ എനിക്ക് അതൊന്ന് കേൾക്കണം, വരണം കേട്ടോ എന്ന് നമ്മൾ ഉറപ്പായിട്ട് അങ്ങനെ വിചാരിച്ചാൽ നോക്കിക്കോളൂ, അതിനുള്ള സാഹചര്യങ്ങൾ വരും, നമുക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക്. അതാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്നറിയോ? നമ്മുടെ മനസ്സ് തന്നെ ആദ്യം. പണ്ടൊക്കെ സത്സംഗങ്ങൾ മുടക്കുക, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും ഒക്കെ ആണെങ്കിൽ ഇന്ന് സത്സംഗങ്ങൾ നല്ല ഭംഗിയായിട്ട് എല്ലായിടത്തും നടക്കും. അവിടെ തടസ്സം ആരാ അസുരനായിട്ട് വരണത്? മനസ്സാ. അല്ല, ഇവിടെ ഇരുന്നു കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോഴോ, കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ എണീറ്റ് പോകാൻ തോന്നും. ആദ്യം തോന്നും മതി ഇത്തിരി നേരം പോവാം എന്ന് വിചാരിച്ചാൽ പിന്നെ ഇരിക്കില്ല. ഈ മനസ്സ് ഈ ശരീരത്തിനെയും കൊണ്ട് പോവും അതിനിഷ്ടമുള്ള വഴിക്ക്, അല്ലേ? അതാണ് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തടയുന്ന അസുരൻ, അതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ എന്തായാലും പ്രഹ്ലാദൻ എന്തൊക്കെ പറഞ്ഞിട്ടും പ്രഹ്ലാദൻ ആ നാമജപം നിർത്തിയില്ല. അവരെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തുടങ്ങണം കുട്ടികളെ എന്ന് പറയുമ്പോൾ കുട്ടികൾ ചോദിച്ചു, അതേ പ്രഹ്ലാദ, ഒരു കാര്യം ഒന്ന് പറഞ്ഞു തരൂ. കാരണം നമ്മൾ രണ്ടുപേരും, അതായത് ആ കുട്ടികളും പ്രഹ്ലാദനും പഠിച്ചത് എവിടെയാ? ഗുരുകുലത്തിൽ ഒന്നിച്ച് പഠിച്ചു. ഷണ്ടനും അമർക്കനുമാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഗുരുക്കന്മാരാരും നമുക്കിത് പറഞ്ഞു തന്നിട്ടില്ലല്ലോ പ്രഹ്ലാദ, പിന്നെ നീ ഇത് എവിടെ നിന്ന് പഠിച്ചു? കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഈ നമ്മുടെ ഗുരുക്കന്മാർ പറയണതൊക്കെ വെറുതെയാ, പ്രഹ്ലാദൻ പറയണതാണ് ശരി എന്നവർക്ക് മനസ്സിലായി. അപ്പോഴാണ് അവർ ചോദിച്ചത്, ഇതാരാ ഇത് പറഞ്ഞു തന്നെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ആ ഗർഭത്തിലിരിക്കുന്ന അവസ്ഥയിൽ നാരദ മഹർഷി പറഞ്ഞു തന്നതാണ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ കുട്ടികളും അതുപോലെ വിശേഷമായി ഇരിക്കുമ്പോൾ നമ്മളും അവർക്ക് പറഞ്ഞു കൊടുക്കണം ഭഗവാന്റെ കഥകൾ. അതാണ് ഇതെന്ത് പഠിക്കണേ, അല്ലേ? അല്ലാണ്ട് എന്ത് പഠിക്കാനാ? പണ്ട് നാരദ മഹർഷി കയാധുവിന് പറഞ്ഞു കൊടുത്തു, പ്രഹ്ലാദൻ ഭക്തനായി. ശരി, ആയിക്കോട്ടെ, നമുക്ക് സുന്ദരമായിട്ട് കഥ കേട്ട് ആസ്വദിക്കാം. പക്ഷെ അതല്ലാതെ നമുക്കെന്താ പ്രയോജനം? നമുക്കത് പ്രയോജനമുണ്ടാവണമെങ്കിൽ നമ്മളിത് 10 പേരോട് പറയണം. അവരിത് അനുവർത്തിച്ച് അവരുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ, അവർക്ക് നാമം ജപിക്കാൻ അറിയില്ലെങ്കിൽ അവരവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവരവിടെ കിടക്കട്ടെ, നമ്മളവിടെ അടുത്തിരുന്ന് നാമം ജപിക്കുക, പറഞ്ഞു കൊടുക്കുക നമ്മുടെ കുട്ടികൾക്ക്. ഒരു 7 മാസമൊക്കെ കഴിയുമ്പോൾ പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് കഴിയുമത്രേ. അങ്ങനെയാണ് ഉള്ളിലുള്ള കുഞ്ഞിനെ. അപ്പോൾ ഒരു സപ്താഹം പോലും വീട്ടിൽ നടത്തിയാൽ അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല, അതുകൊണ്ട് ഗുണം ഉണ്ടാവൂ. അത്രയും ദിവസം 7 ദിവസം ആ ഭഗവാന്റെ കഥകൾ കേട്ട് ഭാഗവതം കേട്ട്, അല്ലേ? ആളെ വിളിച്ചൊന്നും ചെയ്യണ്ട, അവനവന് ചെയ്യാലോ. ഭാഗവതം ഉപാസിക്കുന്നവർക്ക് ചെയ്തൂടെ? വീട്ടിൽ ചെയ്യാം. ആരെങ്കിലും ഒരാളെ കൂട്ടിയാൽ മതി, അവിടെ ഇരുന്ന് ഭാഗവതം വായിക്കുക, പറയുന്നത് പോലെ ആ കഥകൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം അതാണ് ഇവിടെ കണ്ടത്. നമ്മുടെ കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം സ്വാമി പറഞ്ഞ ഒരു കാര്യമാണ്, കുട്ടികൾ ഉണ്ടാവുകയല്ല വേണ്ടത്, കുട്ടികളെ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതാണ് പറഞ്ഞത്. അത് ഉണ്ടാക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് തൻ്റെ കുട്ടി വേണ്ടത് എന്ന് തീരുമാനിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് ആ കുഞ്ഞ് ഉള്ളിൽ വരുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കണം. കുട്ടികൾ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടല്ല, അതിനു മുമ്പേ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കണം. ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ തനിക്കൊരു നല്ല കുട്ടി ഉണ്ടാവണം എന്നുള്ളൊരു പ്രാർത്ഥന ഈശ്വരനോട് ഉണ്ടാവണം. അതിനുവേണ്ടി ഒരു തപസ് ചെയ്യണം എന്നാണ്.
വിവാഹത്തിന് മുമ്പ് സാധാരണ ഗർഭിണിയായി കഴിഞ്ഞ് ഭജന ഇരിക്കുന്നത് വിവാഹത്തിന് മുമ്പ് 3 ദിവസം ഇരുന്നെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. കല്യാണമൊക്കെ നിശ്ചയിച്ചു, കല്യാണത്തിന് മുമ്പ് ചോറ്റാനിക്കരമ്മയുടെ അടുത്ത് ഒരു 3 ദിവസം ഭജനം. എന്താ ഭജനം? എനിക്കൊരു നല്ല ഭർത്താവായിരിക്കണം, എനിക്ക് ഉണ്ടാകുന്നത് നല്ലൊരു കുഞ്ഞായിരിക്കണം എന്നുള്ള മനസ്സിൽ ആഗ്രഹം വെച്ചുകൊണ്ട് അമ്മയുടെ അടുത്തൊരു 3 ദിവസം ഭജന ഇരുന്നുകൊണ്ട് എന്താ ദോഷം? ആലോചിച്ച് നോക്കുക. ഒരു തപസ്സ അതിനു മുമ്പ്. ഇനി ഉള്ളിലായിക്കഴിഞ്ഞാലോ നമ്മുടെ ചിന്തകളാണ് ആ കുഞ്ഞിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചൊരു ജീവിതം നയിക്കുക. അതിന് ആ ഗൃഹം മുഴുവൻ പുതിയൊരു അതിഥിയെ വരവേൽക്കാൻ വേണ്ടി 9 മാസം അതിനു വേണ്ടി പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് അതുപോലെ ഒരു നിധിയെ ആയിരിക്കും കിട്ടുക. അതാണ് ഇവിടെ കാണിച്ചത്. എല്ലാവരും സാത്വികമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക, സാത്വികമായിട്ടുള്ള ചിന്തകൾ എല്ലാം ആ രീതിയിൽ വരുമ്പോൾ അതുപോലൊരു കുഞ്ഞായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ്. അങ്ങനെ ദാ ഇവിടെ പ്രഹ്ലാദൻ പറഞ്ഞു, വളരെ ചെറുപ്പത്തിലെ ഗർഭത്തിലായിരുന്ന സമയത്ത് എനിക്ക് നാരദ മഹർഷി പറഞ്ഞു തന്നതാണെന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കെല്ലാം വളരെ സന്തോഷമായി. അവരും അവിടെ ഇരുന്ന് ഒപ്പം നാമം ജപിക്കാൻ തുടങ്ങിയെന്നാണ് പ്രഹ്ലാദൻ്റെ കൂടെ. എല്ലാവരും കൂടി ഉറക്കെ ബോലോ നാരായണ ജയ് ജയ് വിഠല, ബോലോ നാരായണ ജയ് ജയ് വിഠല, ലക്ഷ്മി നാരായണ രംഗ രംഗ വിഠല. നമുക്ക് സമയം പരിമിതമാണ്, അപ്പം അതുകൊണ്ട് പോവാം മുന്നോട്ട്. അങ്ങനെ എല്ലാവരും കൂടി നാമം ജപിക്കണോ? വന്നപ്പോൾ എന്താ കാണുന്നത്? അതാ ഒരാളെ നാമം ജപിക്കാതിരിക്കാൻ വേണ്ടി പിടിച്ചു കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതിരുന്നിട്ട് എല്ലാവരും ഒന്നിച്ച് നാമം ജപിക്കണോ? ഹിരണ്യകശിപു ഇതെങ്ങാനും കണ്ടാൽ അതാണ് അവരെ വളരെ പെട്ടെന്ന് തന്നെ ഇതാ പ്രഹ്ലാദന്റെ കെട്ടഴിച്ചു, ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഇട്ടു. എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞങ്ങളെ കൊണ്ട് ഇവനെ നേരെയാക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഇവൻ ഒരുത്തൻ കാരണം അവിടെ ഉള്ളവരെല്ലാം നശിക്കാന്നാ. ഇവൻ ഒരുത്തൻ കാരണം എല്ലാവരെയും ഇവൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരണു. നാമം ജപിക്കാതിരിക്കാൻ ഇവനെ പിടിച്ച് കെട്ടിയിട്ടപ്പോൾ അവിടെ എല്ലാവരെയും നാമം ജപിപ്പിക്കണു. ഞങ്ങളെ കൊണ്ട് ഇനി പറ്റില്ല. ഹിരണ്യകശിപുവിന് ദേഷ്യം വന്നില്ലേ? ഹിരണ്യകശിപു എങ്ങനെയാ ചവിട്ടുകൊണ്ട മൂർഖൻ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ടു വന്നു എന്നാ പ്രഹ്ലാദന്റെ നേരെ. പ്രഹ്ലാദനോട് ചോദിച്ചു, എടാ 14 ലോകവും 14 ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ഞാനൊന്ന് നോക്കിയാൽ നിന്ന് വിറയ്ക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ നിനക്കാരാ ബലം? നിനക്ക് ആരെങ്കിലും ഒരാൾ നിന്റെ പുറകിലില്ലാതെ നീ ഇങ്ങനെ നിൽക്കില്ലല്ലോ. നിനക്കിങ്ങനെ നിന്ന് എൻ്റെ മുമ്പിൽ ശബ്ദിക്കാൻ നിനക്ക് ആരാടാ ബലം? ഉടനെ പ്രഹ്ലാദൻ പറഞ്ഞു, രാജാവേ, അച്ഛാ, അത് എൻ്റെ മാത്രം ബലമല്ല. അവിടുന്ന് ഇങ്ങനെ എൻ്റെ മുമ്പിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെയും ബലമാണ്, അതാ ഈശ്വരനാണ് എന്ന് പറഞ്ഞു. ഇപ്പോഴാണെങ്കിലും അച്ഛാ അവിടുന്ന് ഇതെല്ലാം വിട്ടോളൂ, ഇതുവരെ പറഞ്ഞതും ചെയ്തതും ഒക്കെ പൊക്കോട്ടെ. ഇപ്പോഴെങ്കിലും അവിടുന്ന് ആ ഭഗവാന്റെ അടുത്ത് ചെന്ന് ആ ഭഗവാന്റെ പാദത്തിലൊന്ന് വീണാൽ അവിടുത്തെ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് ഭഗവാൻ അവിടുത്തോട് ക്ഷമിക്കും എന്നൊക്കെയാണ് പ്രഹ്ലാദൻ പറയണത്. ദേഷ്യം വന്നില്ലേ ഹിരണ്യകശിപുവിന്? ഹിരണ്യകശിപു പറഞ്ഞു, നീ ഇതുപോലെ ഭാഗ്യം കെട്ടവനായി പോയല്ലോ. നീ ഈ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവനല്ലേ, നിന്നെ ഞാൻ ഇപ്പൊ വധിക്കും, കാരണം നിന്റെ ആയുസ്സുതാ ഇവിടെ തീരണു. നീ ഇത്ര ഭാഗ്യം കെട്ടവനായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നീ പറയുന്നുണ്ടല്ലോ നിന്റെ ആ ഭഗവാൻ എവിടെ? നിന്റെ ആ ഭഗവാൻ എവിടെയിരിക്കണം? നിന്റെ ആ ഭഗവാൻ എന്ന് ചോദിക്കുമ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, ആ ഭഗവാൻ എല്ലായിടത്തുമുണ്ട്, എല്ലായിടത്തുമുണ്ട് ആ ഭഗവാൻ എന്ന് പറഞ്ഞു. എല്ലായിടത്തുമുണ്ട് ആ ഭഗവാനെങ്കിൽ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചു ഹിരണ്യകശിപു. ഭഗവാൻ അവിടെ ഇങ്ങനെ ആകെ എന്താ പറയുക, വെപ്രാളം പിടിച്ച് നടക്കുകയായിരുന്നു അത്രേ. ഇത് എവിടെയാ, എന്താ, എങ്ങനെയാ ഇതിങ്ങനെ വരിക, ഞാനിനി എവിടെയാ ഇരിക്കേണ്ടത് എന്നുള്ള ഭാവത്തിൽ. അപ്പോഴാ ഹിരണ്യകശിപു ചോദിച്ചത്, ഈ തൂണിലുണ്ടോ? ഭഗവാന് സന്തോഷമായി, അവിടെ ഇരുന്നാൽ മതിയല്ലോ. അപ്പൊ പ്രഹ്ലാദൻ പറഞ്ഞു, ഉണ്ടച്ചാ. ഹിരണ്യകശിപു നോക്കിയപ്പോൾ തൂണ് മാത്രമേ കണ്ടുള്ളൂ. ഹിരണ്യകശിപുവിനും അല്ലാത്ത ദേഷ്യം വന്നു. നുണ പറയണോ? മരിക്കാൻ പോകുന്നവൻ പിച്ചും വെയ്യും പറയുന്നത് പോലെ നീ എന്തൊക്കെയായി നിന്ന് പുലമ്പണത്? ഞാനിവിടെ കാണുന്നില്ലല്ലോ. പ്രഹ്ലാദൻ പറഞ്ഞു, ഞാൻ കാണുന്നു വെച്ചാ. കാരണം കുട്ടിക്കാലം മുതൽ കാണുന്നതിലെല്ലാം ഭഗവാനെ കണ്ട്
എല്ലാത്തിലും ഭഗവാനെ കാണാനുള്ള അത്രയ്ക്ക് മാനസികമായി ഉയർന്നവനാണ് പ്രഹ്ലാദൻ. കാണുന്നതിലെല്ലാം ഭഗവാനെ കാണുന്നു. കാൺമതെല്ലാമൻ കാർവർണ്ണൻ തന്നെ എന്ന ബോധമുദിക്കേണം. കേൾപ്പതെല്ലാം എന്നുണ്ണിക്കണ്ണൻ്റെ വേണുനാദമായി മാറേണം. എന്തു ചെയ്കിലുമെല്ലാം കണ്ണൻ്റെ പ്രീതിക്കായി ഭവിക്കേണം. ഇவ்விധമെൻ്റെ ജന്മസാഫല്യം കണ്ണാ നീ കനിഞ്ഞേക്കണം. നമുക്കൊരു ജന്മത്തിൽ എന്നല്ല, എത്ര ജന്മം നമ്മളിങ്ങനെ പാടിക്കൊണ്ട് നടക്കും, നമുക്ക് എന്നാ ഇത് കിട്ടുക? പക്ഷെ പ്രഹ്ലാദൻ ആ നാമജപത്തിലൂടെ ഭഗവത് സ്മരണത്തിലൂടെ അത് നേടിക്കഴിഞ്ഞു. 5 വയസ്സെന്നല്ല, ആ ഉള്ള സമയം ജനിച്ചപ്പോൾ തന്നെ അത് നേടിക്കഴിഞ്ഞവനാണ് പ്രഹ്ലാദൻ. നമ്മളിങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയുള്ളൂ. കാണുന്നതിലെല്ലാം ഭഗവാനെ കാണാൻ സാധിക്കണേ, കേൾക്കണതെല്ലാം ഭഗവാന്റെ ആവോ ഉടക്കുഴൽ വിളി ആവണേ, ചെയ്യണതെല്ലാം ഭഗവാനെ അവിടുത്തെ സമർപ്പണം ആവണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കാനല്ലാതെ തരണ്ടേ ഭഗവാൻ, അല്ലേ? എന്തെങ്കിലും ഒരിക്കൽ ഭഗവാൻ നമുക്കത് തരണ്ടേ, അല്ലേ? അങ്ങനെ അവിടെ ആ പ്രഹ്ലാദൻ പറയാണ്, അച്ഛാ ഇപ്പോഴെങ്കിലും വല്ലാതെ ദേഷ്യം വന്നു ഹിരണ്യകശിപുവിനെ. ഹിരണ്യകശിപു ഒരു നിമിഷം ആ തൂണിലേക്ക് നോക്കി, പ്രഹ്ലാദനെ നോക്കി. ആ തൂണിലാണ് ഇവന്റെ ഭഗവാനെങ്കിൽ ഹിരണ്യകശിപുവിന് ആദ്യം തോന്നിയത്, ഇവൻ പറയുന്ന, ഇവനെ രക്ഷിക്കുന്ന ആ ഭഗവാൻ ഈ തൂണിലുണ്ടെങ്കിൽ ആ ഭഗവാനെ ആദ്യം വധിച്ചാൽ പിന്നെ ഈ കുട്ടി തൻ്റെ കാൽച്ചൂട്ടി കിടക്കും. പിന്നെ ഇവൻ ആരാ ശരണം? പിന്നെ ഇവനെ രക്ഷിക്കാൻ ആരുണ്ട്? അങ്ങനെ തന്നെ വിചാരിച്ചത്. ഹിരണ്യകശിപു പ്രഹ്ലാദനോട് പറഞ്ഞു, നീ പറഞ്ഞല്ലോ നിന്റെ ഭഗവാൻ ഈ തൂണിലുണ്ടെന്ന്, എന്നാൽ നീ പറയുന്ന നിന്റെ ആ ഭഗവാൻ നിന്നെ രക്ഷിക്കട്ടെ. അച്ഛൻ്റെ അനുഗ്രഹം ആദ്യം കുട്ടിക്ക്. പരിഹാസമായിട്ടാണ് പറഞ്ഞത്, നിന്നെ രക്ഷിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞപ്പോൾ എന്തായി എന്നറിയോ? നീ പറഞ്ഞ നിന്റെ ആ ഭഗവാൻ ഈ തൂണിലുണ്ടെങ്കിൽ ആ ഭഗവാൻ നിന്നെ രക്ഷിക്കട്ടെ. അച്ഛൻ്റെ അനുഗ്രഹമാണ് ആദ്യം പ്രഹ്ലാദന് കിട്ടിയത്. അത് കഴിഞ്ഞതാ ഹിരണ്യകശിപു പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടിയാണ് വാള് വലിച്ചൂരിയത്. പക്ഷെ ഒരു നിമിഷം തോന്നി, വേണ്ട, ആ ഭഗവാനെ കൊന്നാൽ ഈ കുട്ടി സ്വതന്ത്രനാണ്, പിന്നെ തൻ്റെ അടുത്ത് വരും. അങ്ങനെ പാഞ്ഞു ചെന്നു ആ തൂണിൻ്റെ നേരെ. എന്നിട്ട് വാള് കയ്യിൽ പിടിച്ചെങ്കിലും കൈകൊണ്ട് ആഞ്ഞിടിക്കുക ചെയ്തത് തൂണിലേക്ക്. അണ്ടകടാഹം മുഴുവൻ ഞെട്ടിവിറയ്ക്കുന്നത് പോലെ അതിഭയങ്കരമായ ഒരു ശബ്ദം അവിടെ കേട്ടു എന്നാണ്. എല്ലാം 14 ലോകവും ഒന്നിളകി, പർവ്വതങ്ങളൊക്കെ അങ്ങനെ വിറച്ചു, സമുദ്രം അങ്ങനെ വലിയ വലിയ തിരമാലകൾ വരണു. സമുദ്രത്തിലെ ബ്രഹ്മാവ് പോലും തൻ്റെ സ്ഥാനത്ത് നിന്ന് താഴെ പോയി അത്രേ. സനകാദികൾക്ക് മനസ്സിലായി തങ്ങളുടെ അന്നത്തെ ആ ശാപം എന്താ ഇവിടെ അവസാനിക്കുകയാണ്. സനകാദികൾക്ക് മനസ്സിലായി കാര്യം, വേറെ ഒരാൾക്ക് മനസ്സിലായില്ല എന്താ നടക്കണത്. എല്ലാവരും ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടി വന്നു. ബ്രഹ്മ ഉൾപ്പെടെ എല്ലാവരും വന്നു. ഹിരണ്യകശിപുവിൻ്റെ ആ സഭയിൽ ആ തൂണ് പിളർന്ന് അതിഭയങ്കരമായ ആ നരസിംഹരൂപം അങ്ങനെ പുറത്തേക്ക് ചാടി. കഴുത്തിന് താഴോട്ട് മനുഷ്യൻ്റെ രൂപം, കഴുത്തിന് മേലോട്ട് സിംഹത്തിൻ്റെ രൂപം, അനേകം കൈകള്. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കാണാം എല്ലാ കൈകളിലും ആയുധങ്ങൾ, 2 കൈകൾ ഒഴിച്ച് ആ 2 കൈകളിലും നീണ്ടു നിൽക്കുന്ന നഖങ്ങള്. ഹിരണ്യകശിപുവിന് പേടിയൊന്നും തോന്നിയില്ല. ഹിരണ്യകശിപു വാളുമായിട്ട് പാഞ്ഞു ചെന്നു, ഗർജിച്ചുകൊണ്ട് അലറിക്കൊണ്ടുവരുന്ന ആ ഭഗവാന്റെ നേരെ. ഭഗവാൻ അറിയാം ഇതാരാ, ഇത് തൻ്റെ ഭൃത്യനാണ്, ഇത് തൻ്റെ ഭൃത്യനാണ്, അല്ലേ? ഏത് വേഷത്തിൽ എവിടെ പോയാലും ഏത് യോനിയിൽ ജനിച്ചാലും അവിടുത്തെ മറക്കരുതേ, അവിടുത്തെ നാമം ജപിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ, അവിടുന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് രക്ഷ, ഞങ്ങൾക്ക് അവിടുത്തെ മറന്നൊരു ജീവിതം തരരുതേ എന്ന് പ്രാർത്ഥിച്ച ആണ് തൻ്റെ ഭൃത്യനാണ്. ഭഗവാൻ അറിയാം, ഭഗവാൻ ആ ഭാവം തന്നെയാണ് ഉള്ളില്, അല്ലേ? ഒട്ടൂര് പാടിയതുപോലെ, പ്രഹ്ലാദ നീ ഇത്ര നൃസിംഹവേഷം കണ്ടിട്ടു ഞെട്ടാതരികത്തു ചെല്ലു, വെൺചാമരത്താടി അഴിച്ചു നോക്കൂ, കാണാമതിൽ ഗോപകിശോരവേഷം. ഇത് വെറുതെ അഭിനയല്ലേ? ഏവം നാടിതര ഉദ്രചേഷ്ടിത വിഭോ
ശ്രീതാപനീയാഭിരശ്രുത്യന്ത സ്ഫുടഗീത സർവമഹിമൻ അത്യന്ത ശുദ്ധാകൃതേ തത്താദൃങ് നിഖിലോത്തരം. അല്ലെ, അങ്ങനെയാ പറഞ്ഞത് അല്ലെ. ഏവം നാടിതര ഉദ്രചേഷ്ടിത വിഭോ. ഇത്ര ഭംഗിയായിട്ട് അഭിനയിക്കാൻ ഭഗവാൻ അല്ലാണ്ട് പറ്റുമോ? ഇത്രയും ഇല്ലാത്തപ്പോൾ തുടങ്ങിയ അഭിനയ അല്ലേ. കുന്തി മാതാവ് പറഞ്ഞ പോലെ ആ കണ്ണു ഇങ്ങനെ തിരുമ്മി ആ മഷി മുഴുവൻ പരത്തിക്കൊണ്ട് നിന്ന കണ്ണാ, നിന്റെ ആ വേഷം ഉണ്ടല്ലോ, നിന്റെ ആ കപട വേഷം എൻ്റെ മനസ്സിൽ നിന്ന് പോണില്ലല്ലോ കണ്ണാന്നാ കുന്തി മാതാവ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ രൗദ്രഭാവത്തോടു കൂടി ചാടുമ്പോഴും ഒട്ടൂര് പറയാ, ഒന്ന് ചെന്നാ താടി പൊക്കി നോക്ക്, അതിൽ കാണാം ആ സുന്ദര കുട്ടനെ അല്ലേ, ആ പൊന്നുണ്ണിക്കണ്ണനെ അതിൽ കാണാം. വെറുതെ വേഷം കെട്ടാ പ്രഹ്ലാദ ഇത് മുഴുവൻ. ഒട്ടൂര് പറഞ്ഞു കൊടുക്കുക പ്രഹ്ലാദന് പക്ഷേ അതൊരു പേടിയും തോന്നിയില്ല കേട്ടോ. ഹിരണ്യകശിപുവിനെ എന്തായാലും ഭഗവാൻ ഒന്ന് പിടിച്ചു, ഇട്ടയ്ക്കൊന്ന് പിടിച്ചങ്ങനെ കെട്ടിപ്പിടിക്കുന്നാ, എന്നിട്ട് അങ്ങ് വിടും. അങ്ങനെ ആ ഭഗവാനും ഹിരണ്യകശിപുവും കൂടി അല്പസമയം അവിടെ അങ്ങനെ കളിച്ചു എന്നാണ്. അത് കഴിഞ്ഞപ്പോൾ സന്ധ്യാസമയമായി. ഭഗവാൻ അതാ പടിയിൽ അങ്ങനെ കയറിയിരുന്നു. ഹിരണ്യകശിപുവിനെ പിടിച്ച് തൻ്റെ മടിയിൽ അങ്ങനെ മലർത്തി കിടത്തി. ഒരു കാലുകൊണ്ട് അവൻ്റെ കാലും ഒരു കാലുകൊണ്ട് കൈകളും അങ്ങനെ പിടിച്ചപ്പോൾ ഇപ്പം എങ്ങനെ ഇരിക്കണോ, വില്ലുപോലെ വളഞ്ഞ് മടിയിൽ കിടക്കണോ. ഇപ്പോഴോ അകത്തുമല്ല പുറത്തുമല്ല, രാത്രിയല്ല പകലല്ല, മുകളിലല്ല താഴെയല്ല അല്ലേ. പിന്നെ ഭഗവാൻ മനുഷ്യനല്ല മൃഗമല്ല. ഇനി ജീവനുള്ളത് കൊണ്ട് കൊല്ലരുത്, ജീവൻ ഇല്ലാത്തത് കൊണ്ട് കൊല്ലരുത്. രണ്ട് കൈകളിൽ നിറയെ നഖങ്ങളാ. ആയുധം കൊണ്ട് കൊല്ലരുത്. നഖ ആയുധാണോ? നഖത്തിന് ജീവനുണ്ടോ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ആ, ജീവനില്ലേ? രണ്ടുമാണ് അല്ലേ. ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ജീവൻ ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ ഒരു അപ്പൊ ജീവൻ ഉള്ളതുമല്ല ജീവൻ ഇല്ലാത്തതുമല്ല ഈ സാധനം. അങ്ങനെ ആ ശരീരം അങ്ങനെ ആ മാറങ്ങനെ വലിച്ച് പിളർന്നു തുണി കീറണ പോലെ ഒരു ശബ്ദം അവിടെ കേട്ടു എല്ലാവരും. അത് കഴിഞ്ഞിട്ട് ആ ഹൃദയം ആദ്യം എടുത്തു എന്നാണ് ഭഗവാൻ. തന്നെ ഓർത്ത് അങ്ങനെ തുടിച്ചിരുന്ന ആ ഹൃദയം അല്ലേ. ഹരേ ഹരേ എന്നോ സദാ ജപിക്കുവാൻ, ഹരേ നാരായണ വരമരുളണം, ഹരി എന്നുള്ളൊരു തിരുനാമമെൻ്റെ ഹൃദയത്തുടിപ്പിൻ ചലനമാവണം. അങ്ങനെ പ്രാർത്ഥിച്ച ആളാ അവിടെ. ഹരി 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 എന്നങ്ങനെ തുടിച്ചിരുന്ന ആ ഹൃദയമാണ്. അത് ഭഗവാൻ അതുപോലെ സ്വീകരിച്ചു. ഒരു താമരപ്പൂവ് ഗജേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ഇനിതാ വരണു നമ്മുടെ പരമാചാര്യൻ അല്ലേ, അദ്ദേഹമാണ് ഗജേന്ദ്രമോക്ഷം പറയുക. അപ്പോൾ ആ ഗജേന്ദ്രൻ എങ്ങനെയാണോ ആ താമരപ്പൂവ് അങ്ങനെ സ്വീകരിച്ചത്, അതുപോലെ ഭഗവാൻ ആ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയമാകുന്ന താമരപ്പൂവും തന്നെ ഓർത്തങ്ങനെ തുടിച്ചൊഴുകിയിരുന്ന ഒരു തുള്ളി ചോര പോലും ഭഗവാൻ വെറുതെ കളഞ്ഞില്ല. എല്ലാം അങ്ങനെ സ്വീകരിച്ചു. നമ്മൾ എന്താ പറയുക, പാനകം വയ്ക്കുന്നതിനേക്കാൾ പാനകം സ്വീകരിക്കുന്നതിനേക്കാൾ ആ ഹൃദ്യമായിട്ട് ഭഗവാൻ അതെല്ലാം സ്വീകരിച്ചു. കുടൽമാല എടുത്ത് തൻ്റെ കഴുത്തിൽ അങ്ങനെ ഇട്ടു. ചവറ് പോലെയായ ദേഹം അങ്ങനെ എടുത്ത് ഒരൊറ്റ ഏറ് കൊടുത്തു. അവിടെ നിന്ന് അങ്ങനെ എഴുന്നേറ്റിട്ട് പിന്നെ അങ്ങനെ അലറാണ്. അവിടെ എല്ലാവരും ഉണ്ട്, ബ്രഹ്മാവ് രുദ്രൻ വേണ്ട എല്ലാവരും അവിടെ ഉണ്ട്. യക്ഷന്മാര് രക്ഷസുകള് ദേവന്മാര് കിന്നരന്മാര് അപ്സരസുകള് ഉരുകങ്ങള് എന്ന് വേണ്ട എല്ലാവരും അവിടെ ഉണ്ട്. ബ്രഹ്മാവിന് തോന്നി താൻ കൊടുത്ത വരത്തിനനുസരിച്ചല്ലേ ഭഗവാൻ ഇപ്പോൾ ഈ രൂപം സ്വീകരിച്ചിരിക്കുന്നത്. ഭഗവാനെ താനൊന്ന് സ്തുതിച്ചാൽ ഭഗവാൻ സന്തുഷ്ടനാവുന്ന ബ്രഹ്മാവ് വിചാരിച്ചതേ. ബ്രഹ്മാവ് വേഗം ചെന്നു മുമ്പോട്ട്. ഭഗവാൻ അങ്ങനെ അലറിക്കൊണ്ട് നടക്കല്ലേ. അവിടെ ചെന്നിട്ട് ബ്രഹ്മാവ് അങ്ങനെ ഭഗവാനെ സ്തുതിച്ചു. ഈ നരസിംഹാവതാരം ശ്രദ്ധിച്ചറിയാം, ഒരൊറ്റ ശ്ലോകമേ ഉള്ളൂ ഓരോരുത്തരുടെ സ്തുതിയും. ഒരൊറ്റ ശ്ലോകം കഴിയുമ്പോൾ ഒരു അലർച്ചയാണ്. അതോടുകൂടി അവർ പോയി, എന്നെ കൊണ്ടാവില്ല കേട്ടോ, എന്നെ കൊണ്ടാവില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും പോയി പുറകോട്ട. എല്ലാവരും സ്തുതിച്ചിട്ടുണ്ട് അവിടെ. വേതാളിക ഊജു നമ്മളെ പുസ്തകം കൊണ്ട് പാരായണത്തിന് നടക്കണവരെ ഇന്നലെ വരെ എൻ്റെ ഭഗവാനെ ഞങ്ങൾക്ക് ഈ പുസ്തകം ഒന്നും എടുത്തു വെച്ചിട്ട് വായിക്കാൻ പറ്റാറില്ല, പാരായണം ചെയ്യാൻ സാധിക്കാറില്ല. ഇനിയിപ്പോൾ ഇപ്പം മുതൽ ഞങ്ങൾക്ക് സമാധാനമായിട്ട് പാരായണം ചെയ്യാലോ അല്ലേ. അവിടുന്ന് ഹിരണ്യകശിപുവിനെ വധിച്ചില്ലേ, ഇനി നാമം ചെല്ലരുതെന്ന് പറയാൻ ആരുമില്ലല്ലോ. അപ്പോഴാണ് ഹിരണ്യകശിപുവിനേക്കാളും വലുതായിട്ട് നമ്മുടെ മനസ്സ് പൊങ്ങി വന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ വന്ന് ഇരുന്നാലും ശാന്തമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ?
ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ പുറകിലിരിക്കുന്നവരെല്ലാം കയറി മുമ്പോട്ടിരിക്കണം. സീറ്റ് ഫില്ലാവണം. ഇപ്പോൾ ഈ പ്രഭാഷണം കഴിയുമ്പോൾ തന്നെ മുമ്പിൽ സീറ്റ് ഫില്ലാവുക, പുറകിൽ വരുന്ന ആൾക്കാർ പുറകിലിരിക്കുക, അങ്ങനെ വേണം. ഇല്ലെങ്കിൽ വരുമ്പോൾ നേരെ മുമ്പിൽ വന്നു, അപ്പോൾ എന്തായാലും ആ പ്രഭാഷണത്തിനൊരു തടസ്സമാവും അല്ലേ. അപ്പോൾ അത് ഇപ്പം ഇരിക്കുന്നവരെല്ലാം മുമ്പിലേക്ക്, പിന്നെ ഇപ്പോഴല്ല കേട്ടോ, ഇത് കഴിയുമ്പോൾ ഞാൻ നിർത്തിയിട്ട് നിങ്ങൾക്ക് സമയം തരാൻ കയറിയിരിക്കാൻ. അപ്പോൾ എല്ലാവരും മുമ്പിലേക്ക് കയറിയിരിക്കുക, മുമ്പിലൊരു കസേര പോലും ഒഴിഞ്ഞു കിടക്കാതിരിക്കട്ടെ. അപ്പം അങ്ങനെ ആ പ്രഹ്ലാദന് ലക്ഷ്മി ഭഗവതിയെ വിളിച്ചുകൊണ്ട് വന്നു അത്രേ. ലക്ഷ്മി ഭഗവതിയും വന്ന് ഒന്ന് നോക്കി, ഇപ്പോൾ ശരിയാക്കാമെന്നും പറഞ്ഞാൽ ലക്ഷ്മി വന്നത്. പക്ഷേ വന്നപ്പോൾ എന്താ മനസ്സിലായത്? ഞാനിങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ല കേട്ടോ എന്ന ഭാവത്തിലാണ് ലക്ഷ്മി തിരിച്ചു പോയത്. ഒരാൾക്കും പറ്റണില്ല അവിടെ ഭഗവാനെ ഒന്ന് ആ ഭഗവാന്റെ ആ ദേഷ്യം മാറ്റാൻ, ക്രോധം അകറ്റാൻ എന്ന് തോന്നിയപ്പോൾ ബ്രഹ്മാവിന് തോന്നി, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വേഷം സ്വീകരിച്ചിരിക്കുന്നത്? ആ കുട്ടിയാണെങ്കിലോ ഭഗവാന്റെ അടുത്ത് കൈകൂപ്പി നിൽക്കുക, ഒരു പേടിയില്ലാതെ. ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഭിത്തിയിൽ ചാരി അങ്ങേ അറ്റത്ത് നിൽക്കുക. ഇവിടെ ഭഗവാന്റെ അടുത്ത് കൈകൂപ്പി ഇപ്പോഴും ആ നാമം ജപിച്ച് കണ്ടപ്പോൾ മാത്രമല്ല കേട്ടോ, നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രമാണ് നാമം ജപിക്കുക. പ്രഹ്ലാദൻ അങ്ങനെയല്ല, ഇപ്പോഴും നാമം ജപിക്കുക പ്രഹ്ലാദൻ. അങ്ങനെ ആ പ്രഹ്ലാദൻ നിൽക്കുന്ന കണ്ടപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഒന്ന് സ്തുതിക്കൂ ഭഗവാനെ, ഒന്ന് സ്തുതിക്കൂ പ്രഹ്ലാദ, നിനക്ക് മാത്രമേ ഇനി സാധിക്കൂ എന്നാണ്. അങ്ങനെ പ്രഹ്ലാദൻ ദാ പതുക്കെ മുമ്പോട്ട് ചെന്നു ആ നരസിംഹമൂർത്തിയുടെ മുമ്പിലേക്ക്. അന്നേരമുണ്ണിയാകും പ്രഹ്ലാദ ബാലകനോ ചെമ്മേ നടന്നു ചെന്നോ കൈകൂപ്പി മുന്നിൽ നിന്നോ. അന്നേരമുണ്ണിയാകും പ്രഹ്ലാദ ബാലകനോ ചെമ്മേ നടന്നു ചെന്നോ കൈകൂപ്പി മുന്നിൽ നിന്നു. ഉണ്ണിയെ കണ്ട നേരം തീപാറും കണ്ണിൽ നിന്നും ആനന്ദ ബാഷ്പമൂറി ഉണ്ണിയെ ചേർത്തു നിർത്തി. ബാലരക്ഷ ചൊല്ലി ദേവൻ പ്രഹ്ലാദനു മുത്തമേകി കണ്ണീരാൽ ശുദ്ധനാക്കി വരമേകി അനുഗ്രഹിച്ചു. ശ്രീഹരേ എന്ന മന്ത്രം പാരാകയുയർന്നു പൊങ്ങി ശ്രീഹരി തൃപ്തനായി മായയായി മറഞ്ഞു ദേവൻ. ശ്രീഹരേ നമ. ആരും ചൊല്ലില്ലേ? ശ്രീഹരേ നമ, ശ്രീഹരേ നമ. അങ്ങനെ അവിടെ ഇതാ പ്രഹ്ലാദൻ എങ്ങനെ ചെന്നു, പ്രഹ്ലാദന്റെ സ്തുതി. ഭഗവാൻ എങ്ങനെ ക്രോധമടങ്ങാതെ ഉറക്കെ അങ്ങനെ അലറിക്കൊണ്ട് അവിടെ ഇവിടെ നടക്കുമ്പോഴാ ആരോ തൻ്റെ കാലിലൊന്ന് തൊട്ടൂലോ എന്ന് തോന്നി ഭഗവാന്. ഒരു നിമിഷം ഞെട്ടി നോക്കിയപ്പോൾ ആരാ കിടക്കണത്? പാദത്തിൽ കിടക്കണോ 5 വയസ്സായ കുട്ടി. ആ കുട്ടിക്ക് തന്നെ കാണാനാണോ, തനിക്ക് ആ കുട്ടിയെ കാണാനാണോ ആഗ്രഹം എന്ന് ചോദിച്ചാൽ പറയാൻ വയ്യ. അങ്ങനെയായിരുന്നു. അവിടെ പതുക്കെ ഭഗവാൻ ആ ഉണ്ണിയെ അങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു, തൻ്റെ മാറോട് ചേർത്തു. ബാലരക്ഷ ചൊല്ലി ദേവൻ പ്രഹ്ലാദനു മുത്തമേകി കണ്ണീരാൽ ശുദ്ധനാക്കി. അല്ലേ, കെട്ടിപ്പിടിച്ചു. ഭഗവാന്റെ കണ്ണീന്ന് പോലും ഇതാ കണ്ണുനീരവിടെ പ്രഹ്ലാദന്റെ ശിരസിൽ. തൻ്റെ 2 കൈകളും പ്രഹ്ലാദന്റെ ആ തലയിൽ അങ്ങനെ വെച്ച് ഭഗവാൻ പ്രഹ്ലാദനെ അങ്ങനെ അനുഗ്രഹിച്ചു. പ്രഹ്ലാദനോ തൻ്റെ ശരീരത്തിൽ ആകെ രോമാഞ്ചം ഉണ്ടാവണു, കണ്ണിൽ നിന്ന് ആകെ എങ്ങനെ കണ്ണുനീര് വരണു. പ്രഹ്ലാദൻ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതാ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി പ്രഹ്ലാദൻ. അല്ലേ, ബ്രഹ്മാദയ സുരഗണ മുനയോധ സിദ്ധ
സത്വൈകദാനമതയോ വചസാം പ്രവാഹൈ ആരാധിതും പുരുഗുണൈരധുനാപി വിപ്രു കിം തോഷ്ട്വമർഹതി സമേ ഹരിരുഗ്രജാതേ. ബ്രഹ്മാവ് മുതലുള്ള എല്ലാവരും ഭഗവാനെ അവിടുത്തെ സ്തുതിച്ചിട്ട് ആ സ്തുതിയിലൊന്നും അവിടുത്തെ ക്രോധം അടങ്ങിയില്ല എങ്കിൽ ഞാൻ ആരാ ഭഗവാനെ? ഞാൻ ആരാ? ഞാൻ ആ അസുരകുലത്തിൽ ജനിച്ച ഒരു കുട്ടിയല്ലേ? ഞാനാണോ ഇനി സ്തുതിച്ചാൽ അവിടുന്ന് പ്രസാദിക്കാൻ പോണത്? അങ്ങനെയാ. അങ്ങനെ തോന്നിയപ്പോൾ പ്രഹ്ലാദന് തോന്നി, ഞാൻ പറഞ്ഞത് ശരിയായില്ല, ഞാൻ അങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. പ്രഹ്ലാദന് അടുത്ത ശ്ലോകത്തിൽ തന്നെ അത് തിരുത്തി. മന്യേധനാഭിജനരൂപതപശ്രുതൗജസ്തേജ പ്രഭാവ ബലപൗരുഷ ബുദ്ധിയോഗാഃ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്ത്യാ തുതോഷ ഭഗവാൻ ഗജയൂധവായ. ഭഗവാൻ ഇപ്പൊ എന്താ നോക്കുക? നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടന്നില്ല, ചോറ്റാനിക്കര അമ്പലത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അമ്മ എന്താ നോക്കുക? നമ്മൾ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അപ്പം ആ മുൻപിൽ നിന്ന് നമ്മളങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇവർക്ക് ധാരാളം പണമുണ്ട് കേട്ടോ, കുറച്ചിപ്പോൾ ഇവിടെ ഇടുകാരിക്കും, ഇങ്ങനെയാണോ അമ്മ വിചാരിക്കുക? അമ്മയ്ക്ക് അത് ആവശ്യമുണ്ടോ? ധനം വേണോ അമ്മയ്ക്ക്? സൗന്ദര്യം വേണോ? സൗന്ദര്യമാണോ അമ്മ നോക്കുക? ആണോ? സൗന്ദര്യമാണോ നോക്കുക? നല്ല ഭംഗിയുണ്ടല്ലോ, ഇനി നല്ല പാണ്ഡിത്യം ഉണ്ടല്ലോ, കുറേ പഠിച്ചിട്ടുണ്ട്, ഡോക്ടറാട്ടോ. ആണോ? അമ്മയ്ക്ക് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ എന്തിലെങ്കിലും കാര്യമുണ്ടോ? ധനം, നല്ല കുലത്തിലാണോ പിറന്നത്? അല്ലെങ്കിൽ പ്രഭാവമുണ്ടോ, ബലമുണ്ടോ, പൗരുഷമുണ്ടോ, ബുദ്ധിയുണ്ടോ? ഇതൊക്കെയാണോ അമ്മയ്ക്ക് നോട്ടം? ഒന്നുമല്ല. ഭഗവാനെ അവിടുന്ന് ഇതൊന്നും ശ്രദ്ധിക്കണില്ല കേട്ടോ. അവിടത്തേക്ക് എന്താ നോക്കണത്? ഭക്തി ഉണ്ടോ എന്ന് മാത്രമേ നോക്കണുള്ളൂ. ആ മനസ്സിൽ എന്നെക്കുറിച്ചൊരു ചിന്തയുണ്ടോ? ആ മനസ്സ് എന്നെയാണോ വിചാരിക്കണത്? ഇത്രയേ ഉള്ളൂ ഭഗവാൻ നോക്കണത്. അങ്ങനെയാണെങ്കിൽ അവിടെ അനുഗ്രഹമുണ്ട്. ആലോചിച്ചു, നമ്മൾ അത് വിചാരിച്ചാൽ മതി. ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്താ വേണ്ട? ചെരുപ്പൂരി വെക്കണതിൻ്റെ കൂടെ നമ്മുടെ എല്ലാ എന്താ പറയുക, പ്രൗഢി, അഹംഭാവം, നമ്മുടെ ജോലിയുടെ വലിയ വലിയ കളക്ടറായിരിക്കാം, ഡോക്ടറായിരിക്കാം, അതൊക്കെ അവിടെ ആ ചെരുപ്പൂരി വെക്കുന്നതിൻ്റെ കൂടെ വെച്ചിട്ട് അല്ലേ ആ അമ്മയുടെ ഒരു കുഞ്ഞാണെന്നുള്ള ഭാവത്തിൽ കയറി പോയാൽ മതി. അവിടെ നിൽക്കുന്നവരെല്ലാവരും അമ്മയുടെ മക്കളാ. ഒരാൾക്കും അവിടെ ഒരു പ്രഭാവവും ഇല്ല, അവിടെ ഒരാൾക്കും ഒരു മുൻഗണന ഒന്നുമില്ല അമ്മയുടെ മുമ്പിൽ. ചിലപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ കയറ്റി മുമ്പിൽ വിട്ടെന്ന് വരാം, പക്ഷെ അമ്മയുടെ മുമ്പിൽ ആ ഏറ്റവും പുറകിൽ കണ്ണീരോടെ നിൽക്കണില്ലേ? ഒന്ന് കാണാൻ പറ്റണില്ലല്ലോ, ഇനി എപ്പോഴാണ് എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ പറ്റണത് എന്ന് വിചാരിച്ച് ഏറ്റവും പുറകിൽ അങ്ങനെ വിഷമിച്ച് നിൽക്കണില്ലേ? അവരെ ആയിരിക്കും ചിലപ്പോൾ അമ്മ നോക്കി നിൽക്കുക. നമ്മളവിടെ ചെന്ന് മുമ്പിൽ നിന്നാൽ ഒന്ന് മാറി നിന്നെങ്കിൽ മതിയായിരുന്നു എന്നായിരിക്കും ചിലപ്പോൾ വിചാരിക്കുക, അല്ലേ? ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ പ്രഹ്ലാദൻ പറയാ, എനിക്കറിയാം ഭഗവാൻ ഇതൊന്നുമല്ല നോക്കണത്. അവിടെ നിന്ന് നോക്കണത് എന്താ? ഉള്ളിൽ എന്നെക്കുറിച്ചൊരു ചിന്തയുണ്ടോ, ഭക്തിയുണ്ടോ, അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, വിപ്രാന്തിഷഡ്ഗുണയുധാരവിന്ദനാഭപാദാരവിന്ദ വിമുഖാദ്ശപചം വരിഷ്ടം. ഒരു വിപ്രൻ, ബ്രാഹ്മണൻ എന്ന് പറയണമെങ്കിൽ അവന് 12 ഗുണങ്ങൾ തികഞ്ഞിരിക്കണം എന്നാ. അല്ലാതെ ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചത് കൊണ്ട് ഒരിക്കലും ഒരാൾ ഒരു ബ്രാഹ്മണൻ ആവണില്ല. 12 ഗുണങ്ങൾ തികയണം ഒരു ബ്രാഹ്മണനാവണമെങ്കിൽ. വിപ്രാദി ഷഡ്ഗുണയുധാത് അരവിന്ദനാഭപാദാരവിന്ദ വിമുഖാത്. അങ്ങനെ 12 ഗുണങ്ങളും തികഞ്ഞ ഒരു ബ്രാഹ്മണനാണെങ്കിലും അരവിന്ദ പാദാരവിന്ദ വിമുഖാത്, ആ ഭഗവാന്റെ പാദം ഭജിക്കുന്നതിൽ വിമുഖനാണെങ്കിൽ ഭഗവാന് അവനേക്കാൾ സ്വപചം വരിഷ്ടം. സ്വപചൻ എന്ന് പറഞ്ഞാൽ എന്താ? ശ്വാവിനെ തിന്നുന്നവൻ. അങ്ങനെയുള്ള ഒരാളെയാണ് ഭക്തിയുടെ കാര്യത്തിൽ, അങ്ങനെയുള്ള ഒരാൾക്കാണ് ഭക്തിയെങ്കിൽ 12 ഗുണമുണ്ട്, ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നോ പറഞ്ഞത്. അങ്ങനെയുള്ള പ്രഹ്ലാദൻ്റെ വളരെ വളരെ കേമമായിട്ടുള്ള സ്തുതി എത്രയാണെന്നറിയോ? കാരണം പ്രഹ്ലാദന് സ്തുതിച്ചിട്ടും മതിയാവണില്ല, പറഞ്ഞിട്ടും തീരണില്ല. പ്രഹ്ലാദന് എന്തൊക്കെ പറഞ്ഞാലും തീരണില്ല. പ്രഹ്ലാദൻ ഇവിടെ പറഞ്ഞു, ഭഗവാനെ എന്തു സുഖം, എൻ മൈഥുനാദി ഗൃഹമേഹിതി സുഖം ഹി തുച്ഛം. ഈ ഗൃഹത്തിൽ കിട്ടുന്ന സുഖം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അത് എത്ര തുച്ഛാണ്.
കണ്ടുയനേന കരയോരിവ ദുഃഖ ദുഃഖം. ഒരു ചൊറി വന്നാൽ മാന്തുമ്പോൾ ഒരു സുഖമില്ലേ? അത്രേ ഉള്ളൂ എന്നാ. ചൊറി വന്നാൽ മാന്തുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ടല്ലേ. ഉണങ്ങാൻ തുടങ്ങുമ്പോൾ അതിനൊരു ചൊറിച്ചിലൊക്കെ വരും. ആ ചൊറിച്ചിലിൽ മാന്താതിരിക്കാൻ വയ്യ, മാന്തുമ്പോൾ നല്ല സുഖമാണ്. അത് കഴിയുമ്പോഴോ അത് പൊട്ടും, പിന്നെ നീറ്റിലായി, പിന്നെ അത് പഴുക്കലായി അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയില്ലേ, സാന്ദ്രാനന്ദാവബോധാത്മകം. അങ്ങനെ ഒരു ആനന്ദം എവിടെ കിട്ടണു? സാന്ദ്രമായ ആനന്ദം എണ്ണ ഒഴിക്കുന്നത് പോലെ. നമ്മുടെ ആനന്ദമൊക്കെ എങ്ങനെയാ? പച്ചവെള്ളം ഒഴിക്കണ പോലെ ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകും അല്ലേ. ഒരു സുഖം വരും, ഒരു ദുഃഖം വരും. അപ്പോൾ ദുഃഖം വരുമ്പോൾ എന്ത് വിചാരിക്കും? നാളെ നന്നാവും അല്ലേ. അങ്ങനെയല്ലേ നമ്മുടെ എല്ലാം ജീവിതം. എന്നെങ്കിലും ഒരിക്കൽ ഇതെല്ലാം ശരിയാവും, ഇതെല്ലാം ശരിയാവും, ഇതെല്ലാം ശരിയാവുന്ന ഒരു നാൾ വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ജീവിക്കുക നമ്മൾ. എല്ലാം ശരിയായിട്ടാണോ നമ്മളൊക്കെ ജീവിക്കുന്നത്? ഒന്നുമല്ല. പക്ഷെ ഇവിടെ പറയാണ്, ആ ഗൃഹത്തിലുള്ള സുഖം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന സുഖം അതൊക്കെ ഇതുപോലെയാണ്. ഒരു ചൊറി വരുമ്പോൾ മാന്തണ പോലെയുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഭഗവാനെ അങ്ങനെയുള്ളതിലൊന്നും എൻ്റെ മനസ്സിനെ അവരുതേ. ഭഗവാൻ പറഞ്ഞു, എന്താ വേണ്ടേ പ്രഹ്ലാദ ചോദിക്കും. എന്ത് വേണമെങ്കിലും ഞാൻ തരാം, എനിക്ക് നീ എന്ത് വേണമെങ്കിലും സ്വീകരിക്കാൻ അർഹനാണ്, ചോദിച്ചോളൂ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. പ്രഹ്ലാദൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഒരു കാര്യമുണ്ട്, ഞാൻ അവിടുത്തെ ഭജിച്ചത്, ഞാൻ അവിടുത്തെ നാമം ജപിച്ചത് ഒരു കച്ചവടമല്ല. കാരണം എന്താ? ഒന്ന് അങ്ങോട്ട് കൊടുത്ത് തിരിച്ചൊന്ന് ഇങ്ങോട്ട്, അതിന് വേണ്ടിയിട്ടല്ല. ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഭഗവാനെ അവിടുത്തെ ഭജിച്ചത്. അവിടത്തേക്ക് എനിക്ക് എന്തെങ്കിലും വരം തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചോളൂ. എന്താ വരം തരേണ്ടത്? എൻ്റെ മനസ്സിൽ അവിടുത്തോട് ഒന്നും ചോദിക്കാൻ തോന്നല്ലേ, അങ്ങനെ ഒരു വരം തരൂ എനിക്ക് ഒന്നും അവിടുത്തോട് ചോദിക്കാൻ തോന്നാതിരിക്കട്ടെ, അങ്ങനെ ഒരു വരം തരുമെന്നാണ് പ്രഹ്ലാദൻ പറഞ്ഞത്. പിന്നെ പ്രഹ്ലാദൻ നോക്കിയപ്പോൾ കണ്ടു അച്ഛൻ്റെ ആ ജഡം അവിടെ കിടക്കണു. പ്രഹ്ലാദൻ പറഞ്ഞു, അവിടത്തേക്ക് എനിക്ക് എന്തെങ്കിലും തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാനെ എൻ്റെ അച്ഛനൊരു ദോഷം വരരുത്, അവിടുത്തോട് ഇത്രയൊക്കെ ക്രൂരത ചെയ്ത എൻ്റെ അച്ഛന് ഒരു ദോഷം വരരുതേ ഭഗവാനെ. പ്രഹ്ലാദനോട് പറഞ്ഞു, നിന്നെപ്പോലത്തെ ഒരു ഉണ്ണി ആ കുലത്തിൽ ഉണ്ടായതുകൊണ്ട് തന്നെ 21 തലമുറ മുമ്പോട്ടും 21 തലമുറ പിമ്പോട്ടും ഞാൻ അനുഗ്രഹിച്ചിരിക്കണു, അവിടെ അങ്ങനെ ഒരു ദോഷമേ ഇല്ല. എന്ന് മാത്രമല്ല നിന്റെ കുലം അങ്ങനെ മാറിപ്പോവാതെ ഞാൻ നോക്കിക്കോളാമെന്നാ ഭഗവാൻ വാക്ക് കൊടുത്തത്. അങ്ങനെ പ്രഹ്ലാദനെ പിന്നെ നോക്കി, പ്രഹ്ലാദൻ ആ സിംഹാസനത്തിലേക്ക് നോക്കി ഭഗവാൻ. പ്രഹ്ലാദനെ ഇരുത്തേണ്ട സിംഹാസനം ആ ഹിരണ്യകശിപു ഇരുന്ന അശുദ്ധമായ സിംഹാസനം. ഇതിലെങ്ങനെയായി കുട്ടിയെ ഇരുത്തുക? ഭഗവാൻ അവിടെ കയറിയിരുന്നു ആദ്യം. ഭഗവാൻ അവിടെ കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വല്ല അശുദ്ധി ഉണ്ടോ? ഭഗവാൻ ഇരിക്കുന്നിടത്ത് എന്താ അശുദ്ധി? ഭഗവാൻ അവിടെ എങ്ങനെ കയറിയിരുന്നു? പ്രഹ്ലാദനെ എടുത്ത് തൻ്റെ മടിയിൽ അങ്ങനെ വെച്ചു. എന്നിട്ട് ആ ഉണ്ണിയെ അവിടെ ആ സിംഹാസനത്തിൽ ഇരുത്തി അഭിഷേകം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെയാണ്. യുധിഷ്ഠിര നാരദ സംവാദമായിട്ട് അങ്ങനെ. ഇവിടെ പ്രഹ്ലാദന് എത്ര വേഗ ഭഗവാൻ അനുഗ്രഹം കൊടുത്തത്, നമുക്കെന്തേ കിട്ടാത്തത്? നമുക്കെന്തേ കിട്ടാത്തത്? പ്രഹ്ലാദൻ കൊന്നാലും നാമജപം നിർത്തില്ല എന്ന് പറഞ്ഞു അല്ലേ. കൊല്ലാൻ നോക്കി, മരിക്കും എന്ന് ഉറപ്പായിട്ടും നാരായണ ചൊല്ലാതിരിക്കില്ല എന്ന് തീരുമാനിച്ചു. നമ്മളെയോ കൊല്ലുന്നു തീർച്ചയായാലും നമ്മൾ നാരായണ ചൊല്ലില്ല, അത് തീർച്ചയല്ലേ. കൊല്ലും എന്ന് ഉറപ്പായാലും നമ്മൾ നാമം ജപിക്കുന്നു വിചാരിക്കണ്ട, അങ്ങനെയാണ്. അപ്പം അതാണ് നമ്മളും പ്രഹ്ലാദനും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ യുധിഷ്ഠിര നാരദ സംവാദമായിട്ട് വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ പറഞ്ഞു. വർണ്ണങ്ങൾ എത്ര? 4 അല്ലേ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ആരാ കേമൻ? എല്ലാവരും ഒരുപോലെയാണ്. കാരണം ഇവിടെ ഇപ്പം ഈ യജ്ഞം നടക്കണോ, ഇവിടെ ഇവർ 4 പേരും ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യം നടക്കൂ. ഭഗവാന്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ബ്രാഹ്മണൻ വേണം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കണു, ഇവിടെ മറ്റുള്ള ഒരു ഉപദ്രവങ്ങളില്ലാതെ എല്ലാം നന്നായി നടക്കണമെന്ന് നോക്കാൻ ആൾക്കാർ വേണം, വേണ്ടേ? എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കേണ്ട, ഒരിടത്തും ഒരു പ്രശ്നമില്ല. ഇനി ഇവിടെ വെറുതെ ഇരുന്ന കാര്യങ്ങൾ നടക്കും. എത്ര രൂപ ചിലവുണ്ട് ഇവിടെ അല്ല. ഇതുപോലൊരു സപ്താഹം എല്ലാവരും അത് മനസ്സിൽ വെച്ചിട്ട് വേണ്ട പോലെയൊക്കെ ചെയ്തോളണം കേട്ടോ. ഞാൻ പ്രത്യേകം പിന്നെയും ഒന്നും പറയണില്ല അല്ലേ. ഇവിടെ അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം, കാരണം എല്ലാവരും വേണ്ട പോലെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒന്നും പറയാത്തത്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും മറവി വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ഇവിടെ ഇതുപോലുള്ളൊരു കാര്യം നടക്കണമെങ്കിൽ ധാരാളം ധനം ആവശ്യമുണ്ട്.
അപ്പോൾ അതൊക്കെ സംഭരിച്ചു കൊണ്ടുവരുന്നയാളെ വൈശ്യൻ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇവിടെയൊക്കെ എല്ലാം വൃത്തിയാക്കണ്ടേ? ഇതായിരിക്കണു ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ എല്ലാം കൂടി ഒരാളതാ അവിടെ ഇരിക്കുന്നത്. ആരാ? നമ്മുടെ കുറൂരമ്മ. നമ്മുടെ കുറൂരമ്മ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ കുറൂരമ്മ എന്ന്? ഞാൻ ചന്ദ്രി ചേച്ചിയെ കുറൂരമ്മ എന്നാ വിളിക്കുക. അപ്പം ഇതെല്ലാം ഒന്നിച്ച് ചേർന്നതാ. എല്ലാം ഉണ്ടായില്, എല്ലാം വേണം. ഇവിടുത്തെ വേണമെങ്കിൽ ഇവിടെ ചെയ്തോളും. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നോക്കിക്കോളും. സംഭാവനകൾ എങ്ങനെയാണെങ്കിലും സംഘടിപ്പിച്ച് കൊടുത്തോളും. ഇനി വൈകുന്നേരം ഇവിടെ മുഴുവൻ വൃത്തിയാക്കി പാത്രമൊക്കെ തേച്ച് വെച്ച് ഒക്കെ എല്ലാവരും അതെ കേട്ടോ. സുശീല ആയാലും ആനന്ദ ആയാലും ഗീത ചേച്ചി ആയാലും എല്ലാവരും അതെ. ഇവിടെ കുറച്ച് പേർ അങ്ങനെ ആ ഒരു മനസ്സോടുകൂടി ഇവിടെ അങ്ങനെ എടുക്കുന്നവരുണ്ട്. അങ്ങനെ വർണ്ണങ്ങൾ, പിന്നെ ആശ്രമങ്ങൾ. പിന്നെ അടുത്തതായിട്ട് ആശ്രമങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ആശ്രമങ്ങൾ എത്രയാ? വർണ്ണ ആശ്രമധർമ്മങ്ങൾ. ആശ്രമം ഇരിക്കൂ. ഏതൊക്കെയാണ് ആശ്രമങ്ങൾ? ബോധാനന്ദാശ്രമം, പിന്നെ രാമകൃഷ്ണാശ്രമം, അല്ലേ? അങ്ങനെ എത്ര ആശ്രമങ്ങളെന്ന് ചോദിച്ചാൽ ഇപ്പം കുഴക്കണ ചോദ്യമൊന്നും ചോദിക്കരുത് എന്ന് പറയും. ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, 4 ബ്രഹ്മചര്യാശ്രമം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയാൻ വേണ്ടി ചരിക്കുന്ന കാലം. നമ്മുടെയൊക്കെ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയാം. ഇപ്പോൾ വിദ്യാഭ്യാസം ഭഗവാനെ അറിയാൻ വേണ്ടി ചരിക്കുകയൊന്നുമല്ല. പിന്നെ ഏത് പഠിച്ചാൽ ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള ഒരു ജോലി കിട്ടും. അതാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം. അത് ആ ജോലി കിട്ടാനും പൈസ സമ്പാദിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു വിദ്യാഭ്യാസമാണ്. ജീവിതത്തിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്ത ഒരു വിദ്യാഭ്യാസമാണ് ശരിക്കും പറഞ്ഞാൽ. ഒന്ന് ആലോചിച്ചാൽ നമ്മളും പഠിച്ചല്ലോ എന്തൊക്കെയോ, എന്നിട്ട് അത് ഏതെങ്കിലും നമുക്കിന്ന് പ്രയോജനമാവണുണ്ടോ? നമുക്ക് പിന്നെയും പ്രയോജനമാവുന്നുണ്ട്. പഴയ ക്ലാസ്സിൽ പഠിച്ച ശ്ലോകങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് ഓർമ്മയിൽ വരും, അല്ലേ? ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അതും കൂടി ഇല്ല, ഒന്നുമില്ല. അവർക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ തരണം ചെയ്യാനൊന്നും അവർക്ക് സാധിക്കില്ല. അവരുടനെ വേറെ മറ്റുള്ള വഴികൾ നോക്കും. അതാണ്. പണ്ട് കുഞ്ഞുങ്ങൾ അങ്ങനെയൊന്നുമില്ല. എത്ര കഷ്ടപ്പാട് വന്നാലും അവർക്കതെല്ലാം തരണം ചെയ്യാനും ഏത് പ്രതിസന്ധികളെ വേണ്ട രീതിയിൽ തരണം ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. കാരണം അന്നൊക്കെ 5, 6, 7, 8 കുഞ്ഞുങ്ങളാണ്. എല്ലാവരും പരസ്പരം തണലായിട്ട്, അല്ലേ? എല്ലാവരും പരസ്പരം സഹായിച്ചും തണലായിട്ടും അങ്ങനെ വളർന്നു വന്നു. ഇന്ന് ആകെ 1 കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി. അതാണ്. അവരെങ്ങനെയാ? ഈ എല്ലാ കണ്ണുകളും അവരുടെ നേരെയാണ്. അവർക്ക് എന്താ വേണ്ടേ? അവർക്ക് ചോദിക്കുന്നത് അപ്പം തന്നെ വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കും. എന്നാൽ അവർക്ക് ഏറ്റവും ആത്യന്തികമായിട്ട് വേണ്ട അവരുടെ ആ ജീവിതത്തിൽ അവരുടെ മനസ്സിനെ ഒന്ന് സ്ഥിരമാക്കി നിർത്താൻ വേണ്ട ഒരു കാര്യം നമ്മൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണില്ല. ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പരാജയമാണത്. അപ്പോൾ അങ്ങനെ ബ്രഹ്മചര്യാശ്രമം, അതിനുശേഷം ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥാശ്രമമാണ് ആശ്രമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം. കാരണം ബാക്കി 3 ആശ്രമത്തിലും, ഇന്നത്തെ കാലത്തെ അല്ല കേട്ടോ പറഞ്ഞത്, നേരത്തെ 3 ആശ്രമത്തിലുമുള്ളവർ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ല. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് ആരാ? ഒരു ഗൃഹസ്ഥാശ്രമിയാണ്. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിന് വളരെ പ്രാധാന്യമുണ്ട്, കടമകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട് ഗൃഹസ്ഥാശ്രമത്തിന്. കൂടാതെ പഞ്ചയജ്ഞങ്ങളൊക്കെ നടത്തണം എന്നാണ് പറഞ്ഞ ഗൃഹസ്ഥാശ്രമി. ഏതാ പഞ്ചയജ്ഞം? പിതൃയജ്ഞം. ഋഷികടം വീട്ടണം, പിതൃക്കളോടുള്ള കടം വീട്ടണം, മനുഷ്യരോടുള്ള കടം വീട്ടണം, ഭൂതങ്ങളോടുള്ള കടം വീട്ടണം, അല്ലേ? ദേവന്മാരോടുള്ള കടം വീട്ടണം. ഇതൊക്കെയാണ് ഒരു ഗൃഹസ്ഥാശ്രമം നയിക്കുമ്പോൾ ചെയ്യേണ്ടത്. പിതൃക്കളോടുള്ള കട എങ്ങനെ വീട്ടണം? അത് അവരെ ജീവിച്ചിരിക്കുന്ന സമയത്ത് വേണ്ടതുപോലെ പരിപാലിക്കുക. മരിക്കുന്ന സമയത്ത് യോഗമുണ്ടെങ്കിൽ അടുത്തിരുന്ന് നാമം ജപിച്ച് ആ നെറ്റിയിലൊന്ന് തടവി അവരെ നല്ല ലോകത്തേക്ക് പറഞ്ഞു വിടുക. അതാ വേണ്ടത്. എനിക്ക് എൻ്റെ അമ്മയെ പോയാൽ എനിക്ക് ആരാ എന്ന് ചോദിക്കാതെ നാരായണ ജപിക്കുക. കാരണം അതാണ് ആത്മാവിന് വേണ്ടത്. ഇനിയും എനിക്കാരാന്ന് പറഞ്ഞാൽ അതിനെ ഇവിടെ പിടിച്ചു നിർത്തിയാൽ നോക്കുമോ? ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ 5 കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാ. 5 കടങ്ങൾ തീർക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഗൃഹസ്ഥാശ്രമം. പിതൃകടം ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ലോണം നോക്കുക. ഒരു 5 കൊല്ലമെങ്കിലും നമ്മുടെ മുമ്പിൽ നിന്ന് അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകൾ മാറിയിട്ടില്ല. 1 വർഷം കിടന്നാൽ അവരെ സഹിക്കാൻ നമുക്ക് പറ്റാത്തപ്പോൾ നമ്മൾ എന്തിനു മനുഷ്യനാന്ന് പറഞ്ഞ് നടക്കണം? മരിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് ശ്രാദ്ധം. വേണ്ട രീതിയിൽ അതും ചെയ്യുക. പിന്നെ ദേവകടം. നമുക്കിന്ന് നമ്മൾ അനുഭവിക്കുന്നതാ ഈ വായു, ശ്വസിക്കുന്ന ഈ വായു, കുടിക്കുന്ന ജലം, ഇതൊന്നും നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്നതല്ല. താമസിക്കുന്ന ഭൂമി,
ഇതെല്ലാം നമുക്ക് ഇവിടെ നമ്മൾ വന്നപ്പോൾ കിട്ടിയതാ. ഇതിനെല്ലാം നമ്മൾ കടപ്പെട്ടിരിക്കണു ഈശ്വരൻ ദേവന്മാരോട്. അതിന് ദേവന്മാരോട് ഒരു കടം ഇതുപോലുള്ള കർമ്മങ്ങളിൽ പങ്കെടുക്കുക, പറ്റുന്നത് പോലെ അവിടെ സഹായിക്കുക, ദാനം ചെയ്യുക. അപ്പോൾ ആ കടം വീടും. പിന്നെ ഋഷിമാരോടൊരു കടം, 2 കാലുള്ള ജന്തുവായിട്ട് ജനിച്ചു വീഴുന്ന നമ്മളെ ഒരു മനുഷ്യനാക്കുന്നത് ആരാ? അല്ലേ? വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുക. ആ മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അത് എവിടെ? വേദം ആരെഴുതി? അത് പൂർവ്വസൂര്യങ്ങളായിട്ടുള്ള ഋഷിമാരെഴുതിയതാണ്. അതുകൊണ്ട് അവരോട് നമുക്കൊരു കടം. ആ കടം നമ്മളെങ്ങനെ വീട്ടും? അവരോട് കടം നമ്മളെങ്ങനെ വീട്ടും? ഈ പുരാണങ്ങൾ പാരായണം ചെയ്യുന്നതിലൂടെ അത് വീട്ടണോ? പിന്നെ അല്ലെങ്കിലോ ചിലപ്പോൾ പോകാൻ പറ്റിയില്ല എന്ന് വരും. നമ്മുടെ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കുഞ്ഞുങ്ങളെ നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തുന്നതിലൂടെ ആ ഋഷിമാരോടുള്ള കടം നമ്മൾ തീർക്കണു. പിന്നെ മനുഷ്യകടം. മനുഷ്യൻ സമൂഹജീവിയാ. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല ഒരു മനുഷ്യന്. നമുക്ക് തോന്നും ഒരു പ്രായത്തിൽ എനിക്ക് ആരും വേണ്ട, ഞാൻ എല്ലാം ഞാൻ എന്ന് തോന്നും. കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ഉണ്ടാവും, ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാവും, മണിമാളിക ഉണ്ടാവും. ഒന്ന് തട്ടി വീണാൽ പിന്നെ ഒരു തുള്ളി വെള്ളം എടുത്തു കൊടുക്കാൻ വേറെ ആരെങ്കിലും വരേണ്ടി വരും, അല്ലേ? ജാതിയും മതമൊന്നും അവിടെ ഉണ്ടാവില്ല. തുള്ളി വെള്ളം തരാൻ ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവില്ല അടുത്ത്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിൽ കാണണം. പിന്നെ ഭൂതകടം. എന്തിന് ഭൂതകടം? ഭൂതകടം എന്തിനാ? ശരിക്കും ആലോചിച്ച് നോക്കും. ഒരു ചെറിയ പുല്ല്, അത് നമ്മൾ ചിലപ്പോൾ ദേഷ്യം വരെ പറയും, പോടാ പുല്ല് എന്നൊക്കെ പറയും, അല്ലേ? ആ ഒരു ചെറിയ പുല്ല് പോലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ വിട്ടുകൊണ്ടായിരിക്കണത്. അതിനോട് നമുക്കൊരു കടപ്പാടില്ലേ? ഇല്ലേ? വൃക്ഷങ്ങൾ വെട്ടി മാറ്റാതിരിക്കാമല്ലോ. അത്യാവശ്യം വേണ്ടി വന്ന് ഒരെണ്ണം വെട്ടിയാൽ ഒരു തൈ നടാലോ പകരം, അല്ലെ? വാടകയ്ക്ക് താമസിക്കുന്നത് പോലെ ഭൂമിയിൽ താമസിക്കുമെന്നാണ് പറഞ്ഞേ. അല്ലാതെ ഇത് ഭഗവാൻ നമുക്ക് തീരെഴുതി തന്നിട്ടൊന്നുമില്ല. വാടകയ്ക്ക് താമസിക്കണോ, അതിലെ അനുഭവങ്ങളൊക്കെ എടുക്കാൻ, നശിപ്പിക്കാൻ നമുക്ക് ഒരിക്കലും അവകാശമില്ല. അതാണ്. അങ്ങനെ ആ ഭൂതങ്ങളോടുള്ള കടം. രാവിലെ കുളിച്ചിട്ടായിരിക്കുമല്ലോ എല്ലാവരും അടുക്കളയിൽ കയറുക. അരി വാർത്ത് കഴിയുമ്പോൾ ഒരല്പം ചോറെടുത്ത് ആ തെക്ക് ഭാഗത്തേക്ക് വെക്കുമ്പോൾ മനസ്സിൽ നമ്മുടെ പിതൃക്കളെയും നമ്മൾ സങ്കല്പിക്കണു. ആ പക്ഷി മൃഗാദികൾക്ക് ഒരല്പം അന്നായി. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അവിടെ വെച്ചാൽ ദാഹിച്ചു വലിയുന്ന വേനൽക്കാലത്ത് ആ പക്ഷികൾക്ക് കുടിക്കാനും കുളിക്കാനും 2 പാത്രത്തിലാണ് വീട്ടിൽ വെക്കുക. അവർക്ക് കൃത്യമായിട്ട് അറിയാം കുടിക്കേണ്ടത് ഏതാ, കുളിക്കേണ്ടത് ഏതാന്ന്. കുളിയും കഴിഞ്ഞിട്ടാണ് പോവുക. അല്ലെ? ക്യൂ ആയിട്ട് നിൽക്കുക. കാക്ക വരും, ആദ്യം അണ്ണാൻ വരും, പിന്നെ അങ്ങനെ ഓരോരോ ജീവികൾ പുറകെ വരണു. ഒരു പിടി ചോറിൻ്റെ കാര്യമുള്ളൂ, നമ്മൾ വെറുതെ കളയുന്നതാ. അപ്പോൾ ഭൂതകടം. ആ ചെടികൾക്ക് അല്പം ജലമൊഴിക്കുന്നതിലൂടെ, മറ്റുള്ളവയെ ഉപദ്രവിക്കാതിരിക്കുന്നതിലൂടെ, നശിപ്പിക്കുന്നതിലൂടെ ആ ഭൂതകടം നമുക്ക് അങ്ങനെ തീർക്കാം. അങ്ങനെ വർണ്ണാശ്രമ ധർമ്മങ്ങളാണ് ബാക്കിയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് അടുത്ത അഷ്ടമസ്കന്ധമാണ്.